गुरुर्ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वर गुरुः साक्षात् परब्रह्म तस्मै गुरुवे नमः। श्री महागणपति श्रीपादकपूज्याय नमः समर्पयामि। अम्बे नारायण, देवी नारायण, लक्ष्मी नारायण, भद्रे नारायण, सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणी नमस्तुते। ब्रह्ममयं नाद ब्रह्ममयं परशक्तिमयं परमात्ममयं ज्ञानमयं विश्वकर्म परब्रह्म मुक्तिमयं തേടി കൈതൊഴുന്നേ। അമ്മേ ജഗത്മന്മേ ജന്മകർമ്മമികെ നിന്മടിത്തട്ടിലെ ജന്മമെല്ലാം ചമ്മേ വളർന്ന പ്രപഞ്ച പിതാവിൻ്റെ കർമ്മലോകത്തുലയിക്കുമല്ലു. അച്ഛനും അമ്മയും ആത്മസഹോദര പുത്രമിത്രാദികളത്രമെല്ലാം നേത്രങ്ങൾ തന്നിലെ പാത്രബന്ധത്തിൻ്റെ പാത്രങ്ങളായി ഉടഞ്ഞു പോകും. ആത്രശയങ്ങൾക്കൊരുക്കും വികാരത്തെ പാർശ്വമായി ലോകകാലചക്രം നാശത്തിൽ തീയിൽ കറക്കിയുരുക്കുന്ന മൂശയാണി രൂപ സൗന്ദര്യങ്ങൾ. ആഹാരമാശി പാവയ്ക്കു കൊടുക്കാതെ ആഭരണങ്ങളണിയും നേരം ആഹാരമായി മണ്ണിനാഭരണങ്ങളെ തീരുന്നതാണെന്നു ഓർത്തിടണം. എന്നും ഇന്നും സൗന്ദര സംതൃപ്തി പോരാതെ അന്നു കിട്ടുന്ന മോഹങ്ങളാൽ അന്യവിയർപ്പു രുചിച്ചു കൊടുക്കാതെ ഒന്നിച്ചുടച്ചൊന്നു വാർത്തുപോകും. ഇന്നലെയെന്നും സർവേശ്വര നാമം ചൊല്ലിത്തെളിക്കുന്നു ആത്മദീപം. എന്നും ഈ ദേഹവും മോഹവും കാണും എല്ലയ്ക്കൊടുവെത്താൻ മുക്തിമാർഗം. ഈ ജഗത്തിൻ്റെ സ്വപ്നങ്ങൾ കെട്ടുന്ന വേലിക്കു വേലക്കാരാകും ഞങ്ങൾ. വേലികളില്ലാതെ വേഷങ്ങളില്ലാതെ കാലത്തിൻ കോലങ്ങൾ മാത്രമല്ലേ. ഉണ്ടായ സമ്പത്തു മിണ്ടാതെ ഭാവത്ത് ഉണ്ടു നിറയ്ക്കാതെ ഇല്ലാതെ പോൽ മണ്ടിത്തിരിഞ്ഞിട്ടും തെണ്ടിക്കഴിക്കല ഉണ്ടായ ദേഹസമ്പത്തു മാത്രം. നമസ്തേ. എൻ്റെ പേര് വിനോദാചാരി, കേരളവർമ്മൻ, കൂടാളിയാണ് ദേശം. പാരമ്പര്യമായി വാസ്തുശാസ്ത്രം കൈകാര്യം. ഇത്തരം തൊഴിൽ ചെയ്യുന്നവരെ ഇംഗ്ലീഷിൽ ആർക്കിടെക്ട് എന്നാണ് പറയാം, മലയാളത്തിൽ കുറ്റിക്കാരൻ. വാസ്തുശാസ്ത്രവും ദൈവാധീനവും എന്ന വിഷയത്തെ ആധാരമാക്കി ഒരു ലഘു പ്രഭാഷണം നടത്തുവാൻ അവസരം തന്നിട്ടുള്ള താറ്റോടസി മഹാവിഷ്ണു ക്ഷേത്ര ഭാരവാഹികളെയും അങ്ങേയറ്റം ഈ അവസരം ഞാൻ അറിയിക്കുന്നു. ക്ഷേത്രത്തിൽ ഉത്സവമായി വന്നു ചേർത്തുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ നാട് കാവുന്താഴ ദേശത്ത് ഒരു പ്രശസ്തമായൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ പേര് ദൈവത്താറീശ്വര ക്ഷേത്രം എന്നാണ്. അവിടെ ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്കൂളിൻ്റെ പേര് സനാതന ധർമ്മ പാഠശാല. ഞായറാഴ്ച ദിവസം മാത്രം പ്രവർത്തിക്കുന്ന സ്കൂളാണ്. രാവിലെ 7 മണി മുതൽ 9 മണി വരെ. 5 വയസ്സ് മുതൽ 75 വയസ്സ് പ്രായം വരുന്ന വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. 27 പരം വിദ്യാർത്ഥികളുണ്ട് കേട്ടോ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആ സ്കൂളിൽ സാധാരണ ഒരു സ്റ്റുഡൻ്റായി LKG സ്റ്റുഡൻ്റായി പഠനം ആരംഭിച്ചു. 1, 2 മുതൽ പഠനം തുടങ്ങി. എൻ്റെ കൂടെയുള്ളവരൊക്കെ +2 തലം വരെ എത്തി. ഞാൻ അന്നും ഇന്നും 1ാം ക്ലാസ്സിൽ തന്നെയാണ്. കാരണം എൻ്റെ കൂടെയുള്ളവരൊക്കെ അറിയാം. അങ്ങനെ തോറ്റ് ഒരു ബെഞ്ചിൽ തന്നെ ഞാൻ സ്ഥിരം ഇരിക്കില്ല. എൻ്റെ പ്രിയ ഗുരുനാഥൻ സീതസ്വാമിയോട് ഞാൻ ചോദിച്ചു വളരെ വിഷമത്തോട്, അല്ല സീതസ്വാമി എന്തിനാ എന്നെ ഇങ്ങനെ തോൽപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സീതസ്വാമി പറഞ്ഞ 2 കാര്യം അത് എന്നോട് പറഞ്ഞത്. ഒന്ന്, നീ ഹാജർ നില വളരെ കുറവാണ്. ശരിയാണ്, ഞാൻ ഒരു കുറ്റിക്കാരനായതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും പങ്കെടുക്കാം. രണ്ടാമത് പറഞ്ഞത് ബുദ്ധിവൈവം കുറവുണ്ടെന്നാണ്. അപ്പം നിലവിലുള്ള ബുദ്ധിനെ കൊണ്ട് അഭ്യാസം കളിക്കാന്നുള്ളൂ. വലിയ വലിയ പ്രഭാഷകന്മാരുടെ പ്രഭാഷണം കേട്ടിട്ട്
നല്ല മധുരിക്കുന്ന വാക്കുകളൊക്കെ കേട്ട് നിങ്ങൾക്ക് അത്ര രസമായിരിക്കും. പക്ഷേങ്കിൽ അറിവും വിവേകം കുറഞ്ഞ ഒരു 1-ാം ക്ലാസ്സുകാരൻ്റെ അറിവ് കൊണ്ട് നല്ല പ്രഭാഷണം ആവണമെന്നില്ല. കാരണം വലിയ വലിയ ആൾക്കാരുടെ ആ ശൈലിയൊന്നും എനിക്കില്ല. പക്ഷേ ആരും തരാതെ ഒരു 4 കാര്യം നിങ്ങൾക്ക് തരാൻ പറ്റും. എന്താണെന്ന് അറിയോ? ഒരു ദരിദ്രനെ ധനികനാക്കാനുള്ളൊരു മഹാമന്ത്രമുണ്ട് എനിക്ക്. മാറാ രോഗങ്ങളിൽ നിന്ന് വിമുക്തി നേടാനും മഹാമന്ത്രം. അത്യാഗ്രഹമില്ലാതെ ഏതാഗ്രഹവും സാധീകരിക്കുന്നത്. പഠിപ്പ് കിട്ടാനുള്ള മന്ത്രം നിങ്ങൾക്ക് ഞാൻ ഈ പ്രഭാഷണത്തിലൂടെ പറഞ്ഞുതരും. 1.5 മണിക്കൂർ നേരം നിങ്ങൾ കാത്തിരുന്നേ മതിയാവും. കാരണം ആദ്യമേ ഒന്ന് പറഞ്ഞു തന്നൂടെ ചോദിക്കും. അങ്ങനെ പറഞ്ഞു തരില്ല. കാരണം ഒന്ന്, ഞാൻ ജന്മന ഒരു പിശുക്കനാണ്. രണ്ടാമത് എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ നിയമമുണ്ട്. ഒരു നെല്ലിക്ക ആദ്യം തിന്ന് നോക്കുമ്പോൾ കയപ്പം ഉണ്ടാവുക, പിന്നൊന്ന് പുളി, പിന്നെ മധുരം. കരിമ്പായാലും തോല് പൊളിക്കണം. ഘട്ടം ഘട്ടമായിട്ടേ പറഞ്ഞുതരുള്ളൂ. അപ്പോൾ അവസാന പീരീഡ് വരെ നിങ്ങൾ കാത്തിരിക്കാം. ഈ കൊറോണ കാലത്ത് നിങ്ങളെപ്പോലെ ഞാനും കുറേ വീട്ടിൽ പൂത്തിരുന്നു. 14 ദിവസം ക്വാറന്റൈനിലായി. മാനവരാശി ടി വിയിലെല്ലാം കണ്ടു. പലയാൾ ശ്വാസം മുട്ടി മരിക്കുന്നു. പല കാരണങ്ങളും കണ്ടു. മാനവരാശി നശിച്ചു പോകുന്നു എന്തോ ഒരു ചിന്താഗതി എന്നിലും ഉണ്ടായി. വരുന്ന തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് എനിക്കൊരു തോന്നൽ. പല കാര്യം ചെയ്യുമ്പോൾ ഭയങ്കര പൈസ ചെലവാണ്. അപ്പം ചെലവില്ലാത്ത കാര്യം എന്താന്ന് നോക്കുമ്പോൾ, ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്തെ കഥ, കവിത, ഉപന്യാസങ്ങളെ എഴുതിയിരുന്നു. നിരവധി സമ്മാനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രന്ഥം എഴുതാമെന്ന് ആരംഭിച്ചു. എൻ്റെ അച്ഛനും എൻ്റെ അച്ചാച്ചന്മാരും എൻ്റെ പൂർവികരും ഒക്കെ പറഞ്ഞും പഠിപ്പിച്ചതുമായ കുറേ കാര്യങ്ങൾ ചേർത്തുകൊണ്ട് ഞാൻ ഒരു ഗ്രന്ഥം എഴുതി. ആ ഗ്രന്ഥത്തിൻ്റെ പേരാണ് വാസ്തുശാസ്ത്രവും ദൈവാധീനം. ആദ്യം വിചാരിച്ചു വളരെ ഈസിയാണെന്ന് വിചാരിച്ചു. പിന്നെ എഴുതി നോക്കുമ്പോഴേക്കാണ് വലിയ വിഷമമുള്ള വിചാരിച്ചു. നീണ്ട 2 വർഷക്കാലം വേണ്ടി വന്നു ആ പുസ്തകം എഴുതി തീർക്കാൻ. പ്രസിദ്ധീകരിക്കാൻ പോയപ്പോഴാണ് അതിൻ്റെ നൂലാമാല മനസ്സിലാക്കുന്നത്. 488 വരുന്ന ഈ പേജുള്ള ഈ പുസ്തകം അച്ചടിക്കാൻ 515 രൂപ വരും. അങ്ങനെ ഈ 515 രൂപ കൊടുത്തിട്ട് എത്ര പേർ എൻ്റെ പുസ്തകം വാങ്ങും? ഞാൻ വെറുതെ കൊടുത്താലും വാങ്ങൂല. കാരണം ഒരു നോട്ടീസ് കൊടുത്താൽ പോലും വായിക്കൂല. മടിയന്മാരും മടിച്ചുകളാണ് നമ്മളെ ഹിന്ദുക്കൾ. അങ്ങനെയാണെങ്കിൽ ഒരു പുസ്തകം കൊടുത്താൽ വായിക്കുമോ? ഇല്ല. അപ്പൊ ഇവരൊക്കെ എന്താണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഹിന്ദുക്കൾക്ക് ഇഷ്ടപ്പെട്ടത്? ഒന്ന് കഥ കേൾക്കാനും ഭക്ഷണം കഴിക്കാനും. ഇത് രണ്ടും കിട്ടുന്ന സ്ഥലം എവിടെയാണ്? അത് അമ്പലത്തിലാണെന്ന് മനസ്സിലായി, ക്ഷേത്രത്തിലാണ്. അങ്ങനെ കഴിഞ്ഞ വർഷം മാർച്ച് 2-ാം തീയതി തൃക്കടമ്പശ്ശേരി മഹാദേവ ക്ഷേത്രത്തിൽ എൻ്റെ പ്രഭാഷണം ആരംഭിച്ചു. വലിയ തെറ്റില്ലാതെ പോയി മുന്നോട്ടേക്ക്. എന്താണ് എൻ്റെ ചെറുപ്പകാലത്തേയുള്ളൊരു ചോദ്യം നിങ്ങളിലുണ്ടാവും, എല്ലാവരിലും ഉള്ളതാണ്. എന്താണ് ഈ ക്ഷേത്രം? ആരാണ് ദൈവം? ദൈവമായിട്ട് എന്തൊക്കെ ബന്ധമുണ്ടോ? അല്ല ദൈവത്തിന് നമ്മൾ പൂജയെല്ലാം കഴിച്ച്, പുഷ്പാഞ്ജലി കഴിച്ച്, പായസം കഴിപ്പിച്ച് ഇതെല്ലാം ചെയ്തുകൊണ്ട് വലിയ കാര്യമുണ്ടോ? ദൈവത്തിനെ കാണാൻ പറ്റും? അങ്ങനെ നിരന്തരമായ എൻ്റെ ചോദ്യത്തിന് 35-ാമത്തെ വയസ്സിൽ, എൻ്റെ 35-ാം വയസ്സിൽ ഞാൻ വിശ്വകർമ്മ ഗായത്രി മഠാധിപതി ശ്രീ രമേശനാചാര്യരുടെ ശിഷ്യനായി. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അന്വേഷിക്കാം. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഗായത്രി പ്രചരിപ്പിക്കാൻ വേണ്ടി എല്ലാ ജില്ലകളിൽ നിന്നും 2 പേരെ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ നിന്നെ ഞാൻ കൊടുക്കട്ടെ പേര് എന്ന് അദ്ദേഹം പറഞ്ഞു. ശരി. അങ്ങനെ കന്യാകുമാരി വെച്ച് കാശ്മീർ വരെ, കൈലാസം വരെ ഞങ്ങൾ 28 പേർ എല്ലാ മഹാക്ഷേത്രങ്ങളിലും കയറി ഇറങ്ങി ഗായത്രി പ്രചരിപ്പിക്കാൻ തുടങ്ങി. മഹാത്ഭുതങ്ങൾ കണ്ടു. കണ്ണിനെ പോലും വിസ്മയിക്കുന്ന മഹാത്ഭുതങ്ങൾ പല ക്ഷേത്രത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു സ്ഥലത്തും ദൈവത്തിനെ കണ്ടില്ല. അതാണ് സത്യം. കൈലാസത്തു നിന്ന് തിരിച്ചു വരുന്ന സമയത്താണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. കസ്തൂരിമാനും നമ്മളും ഏകദേശം ഒരേപോലെയാണ്. കസ്തൂരിമാൻ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ അതിൻ്റെ ഗന്ധം അന്വേഷിച്ച് ഇങ്ങനെ നടക്കുക. ഏടുന്നായി മണം വരുന്നു, ഇത് ഏടുന്നാ മണം വരുന്നു എന്നിട്ട് അന്വേഷിച്ച് നടക്കാം. അതേപോലെ നമ്മൾ ദൈവത്തെ അന്വേഷിച്ചിട്ട് എത്ര പണം കൊടുത്താലും ദൈവത്തിനെ വാങ്ങാൻ എത്ര അന്വേഷിച്ചാലും കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണ്. അങ്ങനെ ഒരു കാര്യം ഞാൻ മനസ്സിലായി. ക്ഷേത്രം എന്ന വാക്കിനർത്ഥം ഹൃദയം എന്നാണ്. ഹൃദയത്തിലാണ് ദൈവം ഇരിക്കുന്നത്. എന്താണ് നമ്മൾ താറ്റോട്ട് അമ്പലത്തിലെ മഹാവിഷ്ണുവായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്? ചതുർബാഹുവായിരിക്കുന്ന മഹാവിഷ്ണുവിന് നിങ്ങൾ ഒരു ആലുമരമായിട്ട് സങ്കല്പിച്ച് നോക്ക്. ആലുമരത്തിൻ്റെ കുരു അനേകായിരം കുരുകളുണ്ടാവും. ചെറിയ ചെറിയ നൈസായിട്ടുള്ള അതിന് വിത്തും. ഈ വിത്തിൽ നിന്ന് തീർത്തിട്ട് ഈ
ആൽമരം തീർത്താൽ മാതൃവൃക്ഷത്തിന് അതേ പകർപ്പാണ്. ഈ ചതുർബാഹുവയ്ക്കുന്ന മഹാവിഷ്ണുവിന്റെ സന്തതി പരമ്പരയാണ് നമ്മൾ. മനസ്സിലായല്ലോ? നമ്മൾ അതിൻ്റെ മാതൃവൃക്ഷത്തിന്റെ സന്തതി പരമ്പരയാണ് നമ്മൾ. ക്ഷേത്രത്തെ സംരക്ഷിക്കും, ഭഗവാനെ സംരക്ഷിക്കും, ഭഗവാൻ നമ്മളെയും സംരക്ഷിക്കണം. അതിന് അങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മളെ ചെറുപ്പകാലത്തിൽ നമ്മളെ അച്ഛനമ്മമാർ നമ്മളെ സംരക്ഷിക്കും, വയസ്സുകാലത്ത് നമ്മൾ അവരെയും സംരക്ഷിക്കും. പണ്ട് കാലത്ത് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഈ ക്ഷേത്രങ്ങളെല്ലാം നശിച്ചു പോയത് ഇതേ കാരണം തന്നെയായിരുന്നു കേട്ടോ. അന്ന് ഊരാളന്മാർ മാത്രമായിരുന്നു. അന്ന് ക്ഷേത്രത്തിനൊരു സൈന്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കമ്മിറ്റിക്കാർ എന്നൊരു സൈന്യമുണ്ട്, പെണ്ണുങ്ങളും ഉണ്ട് അതിന് പിന്നിൽ, മാതൃസമിതി. അതുകൊണ്ട് ക്ഷേത്രം നശിച്ചു പോവില്ല. 1000 വർഷക്കാലം, എത്രയോ യുഗങ്ങളോളം ക്ഷേത്രം അവിടെ തന്നെ ഇരിക്കും. എന്താണ് ഈ ചൈതന്യം? ചില ആളിൽ യാനികാനി ജപാപാനി ജന്മാന്തർകൃതാനി താനി താനി വിനാശന്തി പ്രദക്ഷിണ പദേ 3 തലമുറയായിട്ട് പാരമ്പര്യമായി കിട്ടിയാൽ ഒരു ചൈതന്യം ഉണ്ടാവും. അല്ലെങ്കിൽ കഴിവിനെ കൊണ്ട് ചൈതന്യം. എല്ലാവരും ജീവനിലും, മനുഷ്യരാശിയിലെ എല്ലാ ജീവനിലും ചൈതന്യമുണ്ട്, ദൈവാധീനമുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയാൻ വേണ്ടി പല മാർഗങ്ങളുണ്ട്. എന്താണ് ആ മാർഗങ്ങൾ? ആദിശങ്കരൻ പറഞ്ഞിട്ടുണ്ട്, ശ്രവണം ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്ന ഒരു വ്യക്തി മിനിമം 5 കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. എന്താണ് ഈ 5 കാര്യങ്ങൾ? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവിതം, അർച്ചിതം. എന്താണ് ശ്രവണം? ശ്രവണം എന്ന് പറഞ്ഞാൽ കേൾക്കുക, ഭഗവാന്റെ കഥകളൊക്കെ കേൾക്കുക. കീർത്തനം എന്ന് പറഞ്ഞാൽ പാടുക അല്ലെങ്കിൽ പറയുക. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയും അത് തന്നെയാണ്. വിഷ്ണു, നമ്മളെ ഹിന്ദു സമൂഹത്തിൽ 3500 പല ദേവീദേവന്മാർ ഉണ്ട് എന്ന് പറയുന്നു. അതെല്ലാം മൊത്തം തെറ്റാണ്. നമുക്ക് അത്ര പാടുന്ന ദൈവന്മാരില്ല, വളരെ കുറച്ചേ ഉള്ളൂ. പുരാണങ്ങളിലെ വീരകഥാപാത്രങ്ങളായ പല മഹാപുരുഷന്മാരെയും ദൈവമാക്കി കാരുന്നത് കൊണ്ടാണ് ഇത്രയും ഉള്ളത്. ഈ ബ്രഹ്മാണ്ടത്തിൽ മുഴുവനും നിറഞ്ഞിരിക്കുന്ന ഒറ്റൊരു ദൈവമേ ഉള്ളൂ, മഹാവിഷ്ണു. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ മഹാവിഷ്ണു ക്ഷേത്രമുള്ളത്. മനുഷ്യരാജിക്ക് ജന്മം കൊണ്ട ഒരു ജന്മമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അതുകൊണ്ടാണ് ഈ ലോകം മുഴുവനുള്ള സ്ത്രീകൾ കച്ചും ശ്രീകൃഷ്ണനെ ആരാധിക്കാനുള്ള കാരണം. അതുകൊണ്ടാണ് ആദിശങ്കരൻ പറഞ്ഞത് വിഷ്ണു എന്നാണ് പറയുന്നത്. ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ കണ്ടില്ല, അക്കവും സ്തംഭവും. രണ്ടും രണ്ടല്ല, ഒന്നാണ്. ശബരിമലയ്ക്ക് പോകുമ്പോൾ 18ാം പടി കയറി എത്തുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി. എന്താണ് അർത്ഥം? നീ തന്നെയാകുന്നു ഞാൻ, ഞാൻ തന്നെയാകുന്നു നീ. രണ്ടും രണ്ടല്ല. ഒരു വ്യക്തി ശബരിമലയ്ക്ക് പോകുമ്പോൾ മാലയിട്ടാൽ അവനെ സ്വാമി എന്നാണ് വിളിക്കുക. ഒരു ചെറിയൊരു കുട്ടി ശബരിമലയ്ക്ക് പോകുമ്പോൾ മാലയിട്ട അവനെ മണികണ്ഠ എന്ന് വിളിക്കും. പ്രായമായ ഒരു സ്ത്രീ അവരെ കണ്ടു കഴിഞ്ഞാൽ എന്ത് വിളിക്കും? മാളികപ്പുറത്തമ്മ ഇരിക്കും. ദൈവം ചൈതന്യം നമ്മളിൽ തന്നെയാണ് ഉള്ളത്. ശ്രീകൃഷ്ണനും നമ്മളുമായിട്ടുള്ളൊരു ബന്ധം, ഈ ഭഗവാനായിട്ടുള്ളൊരു ബന്ധമുണ്ട്. നമ്മൾ ജനനം മുതൽ മരണം വരെ ഒരാൾ പിന്തുടരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയോ ആരാണ്? ഒരു ചൈതന്യം നമ്മളെ എപ്പോഴും അത് മറന്നു പോകുന്നു. അത് ആ ചൈതന്യം നമ്മളിൽ ഉണ്ടാവാൻ, അതാണ് ക്ഷേത്രത്തിൽ വരണം, ചൈതന്യം ഉണ്ടാക്കണം എന്ന് പഴമക്കാർ പറയുന്നത്. ഈ സാംസ്കാരിക നിലയിൽ ക്ഷേത്രത്തിൽ വരാണ്ടുന്നത് വെറുതെ കാര്യമില്ല. ഉണങ്ങി പിരിഞ്ഞ പരിപ്പ് പോലെയായിപ്പോൾ വീട്, ഹൃദയം. എന്തൊക്കെയാണ് നമ്മൾ ഈ ചൈതന്യം എപ്പോഴും നിറഞ്ഞിരിക്കുന്നുണ്ട്? മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഏറ്റവും കൂടുതൽ അമ്മമാരല്ലേ ഉള്ളത്? 2 അമ്മമാർ തമ്മിൽ കണ്ടാൽ പറയും എന്തെല്ലാന്നോ സുഖം തന്നെയല്ലേ? ഓ ഇത് പരമ സുഖം. അപ്പോ എന്തെല്ലാം മക്കളെല്ലാം നോക്കൂ, പൊന്നുപോലെ നോക്കൂ. എന്താ മരുമക്കളോ തങ്കം പോലെ നോക്കൂ. അപ്പൊ ഉറപ്പിച്ചോ ആ അമ്മക്ക് ഇഷ്ടം പോലെ പൈസയുണ്ട്, സ്വർണ്ണമുണ്ട്. വേറൊരു അമ്മയെ തമ്മിൽ കണ്ടുള്ളൂ എന്തെല്ലാന്ന് ചാരിയ സുഖം തന്നെയല്ലേ? എന്ത് സുഖപ്പ, പണ്ടേ ബലക്കാരിയ ഇപ്പം ബലക്കാരിയ. അപ്പൊ ഉറപ്പിച്ച് ഇവരെ ഒന്നുമില്ല. ഇവരൊന്നും ഇവരറിയുന്നില്ല എൻ്റെ ഉള്ളിലെ ചൈതന്യമുണ്ട്. 2 ദിവസം നിങ്ങൾ കിടന്നു നോക്ക്. പൂച്ചെരീനെ തട്ടിക്കളിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടിക്കളിക്കും.
അത് കഴിഞ്ഞ് ഒരു മാസം എത്തുമ്പോൾ മക്കളും മരുമക്കളും കൂടി തീരുമാനിച്ചു, എന്നാൽ പിന്നെ അമ്മനെ ലോക്കലിൽ കൊണ്ട് വെച്ചൂടെ, എന്തിനാ വീട്ടിൽ വെക്കുന്ന, അവർക്ക് ഒരു ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. ഏതാന്ന് ലോക്കറ്? സർവീസ് സഹകരണ ബാങ്കിന്റെ ലോക്കർ കൂടാള്. അത് ചെറുതാണ്, അതുകൊണ്ട് നമുക്ക് അതിൽ കൊണ്ടില്ല, അനാഥാലയം. എന്നാൽ പിന്നെ കാലാവധി കഴിച്ച് നമുക്ക് തിരിച്ചെടുക്കാം, അങ്ങനെയെന്ന് കരുതുക. അന്നൊരു അമ്മ ഓർമ്മിക്കുന്നില്ല എൻ്റെ കൂടെ പിന്നിൽ ആരാ ഉള്ളേന്ന്, ഒരു തരത്തിൽ കേൾക്കില്ല. അപ്പോൾ നമ്മളിലുള്ള ചൈതന്യം ആരാണ് എന്ന് നിങ്ങളെപ്പോഴും പിന്തുടരുന്നുണ്ട്. അറിയാണ്ട് നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ തടഞ്ഞു പോകാൻ നോക്കുമ്പോൾ എന്ന് പറയുന്നൊരു വാക്കുണ്ട്. എന്നാ വിളിക്കുക? അപ്പുറത്ത് കുമാരാട്ടാണ്, എന്ന് വിളിക്കുക? ഈശ്വര എന്ന് വിളിക്കും, അല്ല എൻ്റെ അമ്മയെന്ന് വിളിക്കും. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ അമ്മമാരുള്ള പ്രസവ വാർഡ് കണ്ടപ്പോഴുണ്ട് ഇവർക്കൊരു വിളിക്കാൻ, അല്ലേ? അമ്മേ, എൻ്റെ അയ്യപ്പ, എൻ്റെ ദൈവമേ എന്ന് വിളി. 1981 ജനുവരി 26 എൻ്റെ അമ്മ പ്രസവിക്കാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് എൻ്റെ അമ്മേൻ്റെ പേര് ദേവകി എന്നാണ്, ശ്രീകൃഷ്ണൻ്റെ അമ്മേൻ്റെ പേര്. അന്ന് ആ നാരായണ മന്ത്രം അവർ ജപിച്ചു. ഞാൻ ജനിക്കുമ്പോൾ കേട്ടുകൊണ്ട് എന്തായി, ഇന്ന് ഈടെ എത്തി. അതാണ് ഇതിലൊരു ഗുണം, ഏതോ സുഹൃത ജന്മം. അങ്ങനെ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, സ്മരിക്കുക, ഓർമ്മിക്കുക. അതിന് എന്താ ഓർമ്മിക്കേണ്ട ചോദിക്കും. ചതുർബാഹു ആയിരിക്കുന്ന മഹാവിഷ്ണുവിന്റെ ദശാവതാരം കണ്ടിട്ടില്ലേ? ഈ തോടിന്റെ മുകളിലെല്ലാം വലിയ പൈസ കൊടുത്തിട്ട് ആക്കി തന്നു. അതിന്റെ കഥകൾ ഓർമ്മിക്കുക. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവിതം. എന്താണ് ഈ പാദസേവിക്കുക? ഇവിടുത്തെ ഭഗവാന്റെ കാല് പിടിക്കാം, അത് നടക്കുന്ന കാര്യമാണോ? വിടുവോ ഇവര്? ഇല്ല, വളരെ ഈസിയാണ്. എങ്ങനെയാണ് സേവിക്കുക? അതിനും അത് ശങ്കരൻ പറഞ്ഞിട്ടുണ്ട്, അർച്ചിതം ചെയ്യൂ, അർച്ചന കഴിക്കൂ. നിങ്ങളെ പേരും നാളും പറഞ്ഞ് ഇവിടെ അർച്ചന കഴിപ്പിക്കും. എത്ര പേർക്കാണ് വിഗ്രഹത്തിന്റെ കാല് പിടിക്കാൻ അവകാശം? 1 ക്ഷേത്രത്തിലെ നമ്പൂരിക്ക്, 2 തന്ത്രിക്ക്, 3 ഊരാളന്, 4 ഉണ്ടാക്കി ശീലിക്കും. നമ്മളെല്ലാം ഇപ്പം പുറത്താണ്. അപ്പം നമ്മൾ പേരും നാളും പറഞ്ഞ് ഒരു പുഷ്പാഞ്ജലി കഴിച്ചാൽ ശരീരത്തിൽ, ഭഗവാന്റെ ശരീരത്തിൽ ചന്ദന ചാർത്ത് നമുക്ക് തരും. ഒരു പായസം കഴിപ്പിക്കൂ, പായസം കഴിപ്പിച്ചാൽ എന്താവും? ഭഗവാന്റെ കുടിച്ച ബാക്കി നമുക്ക്. ഒരു വഴിപാട് കഴിപ്പിക്കൂ, ഒരു വിളക്ക് കഴിപ്പിക്കൂ, ഇതൊക്കെ ചെയ്താൽ ഭഗവാനെ ഇതാക്കണം. അതുകൊണ്ട് അർച്ചിതം, അർച്ചന കഴിക്കുക. പിന്നെ ഒരു സേവനമുണ്ട്, ഭക്ഷണം കഴിക്കുന്നത്. അതിപ്പം നമ്മൾ കഴിക്കാണ്ടെന്ന ആർക്കും ബുദ്ധിമുട്ടാവും, കാരണം ഇതെല്ലാം ബാക്കിയായി പോവില്ല. ആ സേവനം നമ്മളെ എന്തായാലും കഴിക്കും, ഉറപ്പാണ്. പിന്നെ യാതൊരു പ്രതിഫലവും ഇല്ലാതെ ഈ ക്ഷേത്രത്തിലെ അന്നദാന മണ്ഡപത്തിൽ വെച്ചിട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു, ആക്കുന്നു, പാത്രം കഴുകുന്നു, അവരൊക്കെ വലിയ സേവനം. അത് ശങ്കരൻ പറഞ്ഞിട്ടുണ്ട്. ഗജതരംഗം സഹസകോകിലം കോടിദാനം കനകരചിതം പാത്ര മോദിന സാഗരംഗം ഉദയകുലം വിശ്വം കന്യാപ്രദാനം നെഹി നെഹി ബഹുദാനം അന്നദാനം. ഒരു ധനികനായ ഒരു വ്യക്തി അനേകം ആനകളെയും കുതിരകളെയും അവന് ദാനം കൊടുത്തു, അവൻ ദൈവാനുഗ്രഹിച്ചു. രണ്ടാമതൊരു വ്യക്തി കുറേ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കുകയും വസ്ത്രവും ആഭരണവും അവന് ദൈവം അനുഗ്രഹിച്ചു. വേറൊരു വ്യക്തി എന്ത് ചെയ്യുന്ന, ഒരു നേരത്തെ ഭക്ഷണം വിശന്ന് വലന്ന് വരുന്ന ഒരു വ്യക്തിക്ക്, ധനികനോ ആവട്ടെ പാവപ്പെട്ടവനാവട്ടെ, ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കും. അവനെയാണ് നെഹി നെഹി ബഹുദാനം അന്നദാനം, അന്നദാനം കൊടുത്തു. അവനെയാണ് ഏറ്റവും കൂടുതൽ കൊണ്ടിരുന്നത്. എല്ലാ ക്ഷേത്രത്തിൽ വരുന്നവരൊക്കെ ഭക്തന്മാരാണെന്നില്ല, പല തരത്തിലും വരും. എൻ്റെ അറിവിൽ 4 തരത്തിൽ ഭക്തന്മാരുണ്ട്. 4 തരത്തിൽ മണ്ണുണ്ട്, 4 തരത്തിൽ മരമുണ്ട്, എല്ലാം 4 തരത്തിലുണ്ട്. കരിമണ്ണ്, ചെമ്മണ്ണ്, പൂയ്മണ്ണ് എന്ന് പറഞ്ഞ ഒരുപാട് മണ്ണ് 4 തരത്തിലുണ്ട്. ഭക്തന്മാരും 4 തരത്തിലുണ്ട്. നമ്മൾ ഗുരുവായൂർ കിഴക്കേ നടയിൽ പോയാൽ വലിയ കളവൊക്കെ വാരിത്തി വെച്ച് സിന്ദൂരൊക്കെ വെച്ചിട്ട് നാരായണ മന്ത്രം ജപിക്കുന്ന നിരവധി ആൾക്കാണ്. നാരായണ 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 ഒച്ചത്തിലിടക്ക്. എന്തുകൊണ്ടാണെന്നറിയാം? അതിന് മുമ്പിലൂടെ കുറച്ച് സുന്ദരി പെൺകുട്ടികൾ പോയി, അവരെ കേൾപ്പിക്കണ്ടേ, നാട്ടുകാരെല്ലാം കേൾപ്പിക്കണ്ടേ ഈ നാരായണ മന്ത്രം ജപിക്കുന്നുണ്ടെങ്കിൽ? അതുകൊണ്ടാണ് ഈ ശബ്ദം കൂടി പോകുന്നത്. അങ്ങനെ ഒരുപാട് കൂടിയത് വലിച്ച് ഒരു
ചന്ദനം വയ്ക്കാം. വലിയ കൂടുതലായിട്ടൊന്നും വെക്കണ്ട, ചന്ദനം വെച്ച് ശബ്ദം പുറത്തു വരുന്ന വിധത്തിൽ നാരായണ മന്ത്രം ജപിക്കുക. അതിൽ കൂടുതലായിട്ടൊന്നും വയ്ക്കാൻ. എത്ര തരത്തിലാണ് ഭക്തന്മാരുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ കഥ പറഞ്ഞു. നമ്മുടെ ഈ കൂടാളി ബങ്ങണപ്പറമ്പ് പോകുന്ന വരെയൊക്കെ ഒരു കള്ള് ഷാപ്പിൽ നിന്ന് ഒരു കള്ളുകൂടിയാണ്. നല്ലോണം കള്ളും കുടിച്ച് ഇറച്ചിയും തിന്നും മീനും കുടിച്ച് ഇന്നലെ മിഞ്ഞാന്നിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് ആ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുക. അന്നേരം ഒരുത്തൻ ചോദിച്ചു, അല്ലടാ നീ എവിടെയാ പോകുന്നു? ഇന്നല്ലേ താറ്റോട്ട അമ്പലത്തിൽ ഉത്സവമോ? ഓ അതെ, അന്ന് ഞാനും വരുന്നു. അങ്ങനെ ഇവിടെ താറ്റോട്ട അമ്പലത്തിൽ ഉത്സവത്തെ വന്ന് ഭണ്ണാരത്തിൽ ചില്ലറ പൈസ ഇട്ടിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു, അല്ല ഭഗവാനെ, ഇന്നത്തെ കള്ളുകൂടിയല്ല ഗംഭീരമായി നടന്ന് നാളത്തെ നീ തന്നെ എനിക്ക് ആശ്രയം. ആ കുടിയൻ അത്രേ ഉള്ളൂ. കാരണം കുടിക്കുക, നല്ലോണം തിന്നുക, അല്ല വേറെ ഒന്നുമില്ല. പിന്നെ ഒരു വിഭാഗമുണ്ട്, സുന്ദരി സുന്ദരന്മാരായ ആൾക്കാർ. ഇപ്പൊ അടുത്ത ഒരു 5-8 വർഷമായിട്ടുള്ളവർ ഫ്രീക്കന്മാർ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫ്രീക്കന്മാരെല്ലാം കാണാമോ? ബാംഗ്ലൂരിലും പോയിക്കാൻ ഫുൾ ഫ്രീക്കന്മാരാണ്. എന്താ ഈ ഫ്രീക്കന്മാർ? എൻ്റെ ചെറുപ്പത്തിലെ 3-4 ഫ്രീക്കന്മാരുണ്ടായിരുന്നു. ഒന്ന് ഫൈഡർമാൻ, കുട്ടികളെല്ലാം രക്ഷിക്കാൻ പോകുന്ന ഫൈഡർമാൻ വന്ന്. മറ്റൊന്ന് ഡിങ്കൻ, ലുട്ടാപ്പി എന്നുള്ള ചെറിയ ചെറിയ പൂമ്പാറ്റയിലുള്ളതാണ്. എന്താ കാരണം എന്ന് പറയാം, അവർ പാൻറ്റിട്ട് ബനിയനിട്ട് ജെട്ടി ഇടാൻ മറന്നുപോയി. ജെട്ടി പുറത്തായിട്ട്. അതേപോലത്തെ ഇപ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ കുറച്ച് ചെറുപ്പക്കാരുണ്ട് ഹാഫ് പാൻറ്റിനകത്ത് ജെട്ടി കാണിക്കുന്നുണ്ട്. എവിടെ പോയി കഴിഞ്ഞാലും അങ്ങനെയാണ്. ഇപ്പോൾ ഒട്ടും മോശമല്ല പെൺകുട്ടികളും. ഞാൻ 1 മാസം മുമ്പ് ഒരു അമ്പലത്തിൽ പ്രഭാഷണത്തിൽ പോയപ്പോൾ പെറ്റിക്കോട്ട് പോലത്തെ ഒരു ഡ്രസ്സ് ഇട്ട് അതിന് പുറമായിട്ട് ഒരു പാൻറ്റും ജീൻസിലും രാധം കുറുക്കം കടിച്ചു കുറച്ച് കൊടുത്ത്. നല്ലതാണ്, എയറോൾസൊക്കെ നല്ലതാണ്. പക്ഷെ ഞാൻ പ്രിയ അച്ഛനമ്മമാരോട് പറയട്ടെ, ഒരു ക്ഷേത്രത്തിൽ വരുമ്പോൾ നമ്മൾ മക്കൾ വളർന്നു എന്നൊരു ബോധം വേണം. ക്ഷേത്രത്തിലാണ് വരുന്നത് ഒരു ബോധം വേണം. ക്ഷേത്രത്തിൽ നമ്മൾ ലോകം മുഴുവൻ മലയാളികളെ നല്ല വസ്ത്രം ധരിക്കുന്നവരാണ്, നല്ല ചുറ്റോട് ജീവിക്കുന്നവരാണ് എന്നൊരു ലോകം മുഴുവൻ അറിയപ്പെടും. വിദേശ രാജ്യങ്ങളിൽ ഷഡ്ഡീം ട്രൗസറിലിട്ട് നടക്കുന്നുണ്ട്, അതിന് എതിർപ്പൊന്നും പറഞ്ഞില്ല. പക്ഷെ ഈ നമ്മളെ കേരളത്തിൽ അങ്ങനെ പാടില്ല. ഒരു ക്ഷേത്രത്തിൽ വരുമ്പോൾ ഒരിക്കലും നിങ്ങളെ വീട്ടിൽ ഫാഷൻ പരേഡ് നടത്തിക്കോ, ഒരു ക്ഷേത്രത്തിൽ വരുമ്പോൾ ഒരിക്കലും വരാൻ പാടില്ല. പിന്നെ ഒരു ഭക്തന്മാരുണ്ട് കുറ്റം പറയാനായിട്ട് നിൽക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മോൻ്റെ വരെ 2 കുറ്റം, കുടുംബശ്രീക്ക് പോയി കഴിഞ്ഞാൽ 2 കുറ്റം, തൊഴിലിനുറപ്പിന് പോയാൽ 2 കുറ്റം. എന്തിനു പറയുന്നത്? കാണുന്നവരെല്ലാം 2 കുറ്റം പറയും. എന്നിട്ടോ ഇവിടെ അമ്പലത്തിൽ വന്നിട്ട് ഇത് ചെയ്യാവും വരും. ഓ കഴിഞ്ഞ കൊല്ലം എന്ത് നല്ല സാമ്പാറായിരുന്നു, ഇക്കൊല്ലത്ത് 4 സാമ്പാറിന് ഒരു കായം വരെ ഇട്ടിട്ടില്ല, എന്നാലോ കാസർ ചോറ് കഴിക്കുകയും ചെയ്യും. എന്നിട്ട് ഭഗവാനോടൊരു പ്രാർത്ഥനയുണ്ട്. എന്താണ് പ്രാർത്ഥന? ഭഗവാനെ, എൻ്റെ മക്കൾക്ക് നല്ലത് പറ്റണേ, അപ്പം തന്നെ ശാന്തൻ്റെ മക്കൾക്ക് ഗതി പിടിക്കാണ്ടായിപ്പോട്ടെ. അതുകൊണ്ട് വേറെയുണ്ട് 4ാമത്തെ സ്ഥാനമുള്ള ഒരു ഭക്തിയുണ്ട്. അപ്പുറം ഇപ്പുറമുള്ള എല്ലാവരും ശാന്തേ ഓമനെ ഓടോ എല്ലാവരും വരണേ, നാളിലെ താറ്റോട്ടമ്പലത്തിൽ ഉത്സവം. അങ്ങനെ ഇവിടെ വന്ന് പൈപ്പിൻ്റെ അടുക്ക കാലെല്ലാം കഴുകി എല്ലാവരുടെ പേരിലും പുഷ്പാഞ്ജലിയും നെയ്വിളക്കും എല്ലാം കത്തിച്ച് അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ എന്ന ഈ മന്ത്രം ജപിച്ച് പുറത്തൂടെ ഒരു പ്രദക്ഷിണം നടത്തി, ഉള്ളിൽ കയറി ഒരു 3 പ്രദക്ഷിണം നടത്തി ഭഗവാനോട് പ്രാർത്ഥിച്ചു, അങ്ങ് ലോകരെ എല്ലാം രക്ഷിക്കുന്നില്ലേ, എന്നെ രക്ഷിക്കണേ, ലോക സംസ്ഥ സുഖനോ ഭവന്തു. ഈ ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ എല്ലാം അറിയാം. ഈ ചൈതന്യം നിറഞ്ഞത് കൊണ്ടാണ് ആ അമ്മ അങ്ങനെ പറയാൻ കാരണം. ഈ ബ്രഹ്മാണ്ടത്തിലുള്ള മുഴുവനും ഭഗവാന്റെ ആജ്ഞ കേട്ടിട്ടാണ്. ഉറുമ്പും അല്ല ഒരു പുൽക്കടിയും തൂണിലും തുരുമ്പിലും ഭഗവാനുണ്ട് എന്നാണ്. അപ്പോൾ ഈ ഭഗവാനും ചില്ലറക്കാരനല്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഭക്തിയുള്ള ചില ഭക്തന്മാർ എനിക്ക് കൃത്തകാരസ്കരം തരികയാണെങ്കിൽ എനിക്ക് അമൃതാണ്. അതായത് ഭക്തിയുള്ളവരെ കാഞ്ഞിരൊക്കെ ഒരു കൊടുത്താലും ഭഗവാൻ അമൃതാണ് പോലും. അതിന് ഉദാഹരണമല്ലേ നമ്മളെ കുചേലനും അറിയില്ല, കഥ അറിയുമല്ലോ. കുചേലും ശ്രീകൃഷ്ണനും ഉത്ത ചങ്ങായിമാർ. സാന്ദീപിനി ആശ്രമത്തിൽ കുചേലനും ശ്രീകൃഷ്ണനും വരുമ്പോൾ ഗുരു അമ്മ പറഞ്ഞു വിറക് പൊട്ടിക്കാൻ വേണ്ടി കാട്ടിലയച്ചു. വിറകൊക്കെ പൊട്ടിച്ച് കാട്ടിൽ പോയി പൊട്ടിക്കാൻ പോകുമ്പോൾ നിങ്ങൾ തിന്നു പറഞ്ഞിട്ട് കുറച്ച് അവരും കൊടുത്തു. അതോ മഴയും പെയ്തു ആനേനെയും കണ്ട് മരത്തിൻ്റെ മുകളിൽ പേടിച്ച് മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു.
ശ്രീകൃഷ്ണനെ അവല് കൊടുക്കാതെ ഒറ്റ കാരണം കൊണ്ടാണ് കുചേലൻ ദരിദ്രനായി പോയി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി കുചേലൻ പോയി. യാചിച്ച് കിട്ടിയ കുറെ നെല്ലെല്ലാം വെച്ച് കുത്തി അവലാക്കി കൊടുക്കുമ്പോൾ കുറേ മണ്ണും, അതോ ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക് സഞ്ചിയൊന്നും ഇല്ലേനും, ഭാണ്ഡത്തിൽ കെട്ടി എല്ലാം കൂടി പൊതിഞ്ഞ് ആടി എത്തി നോക്കുമ്പോൾ കുചേലനല്ല അങ്ങോട്ട് കൊടുത്തത്. ശ്രീകൃഷ്ണൻ പറഞ്ഞു, എന്താ കുചേല, നീ എന്താ എനിക്ക് കൊണ്ടുവന്നിനെന്ന് ചോദിച്ചു. ഇദ്ദേഹം കുചേലൻ മടിച്ചു നിന്നു. കുചേലൻ്റെ അടുത്ത് തട്ടിപ്പൊരയ്ക്കുകയായിരുന്നു ശ്രീകൃഷ്ണൻ. ഒറ്റ തവണ ഇങ്ങനെ വാരി എടുത്തു തന്നു. രണ്ടാമത് രുക്മിണി ദേവി പറഞ്ഞു, അല്ലേ കല്ലും മണ്ണുള്ളും തിന്നല്ലേ നിങ്ങൾ? എന്താ ചോദിച്ചു. ഞാൻ നാളെ വേലക്കലായി പോകും, അതുകൊണ്ട് നിങ്ങൾ കഴിക്കല. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഭക്തന്മാർ എന്ത് തന്നാലും ഞാൻ കഴിക്കും. അപ്പോൾ എന്നെക്കാട്ട് പ്രിയാണോ ഭക്തന്മാർ? തീർച്ചയായും എനിക്ക് രുക്മിണി ദേവി എൻ്റെ ഭാര്യയാണ്, എനിക്ക് ഭാര്യയേക്കാൾ പ്രിയനാണ് ഭക്തനാണ്. പലതരത്തിലും ഭക്തി ഉണ്ടാവും, പക്ഷെ ദൈവത്തിനോട് മനസ്സുകൊണ്ട് അർപ്പിച്ചിരിക്കുന്ന ഭക്തിയാണ് ഏറ്റവും വലിയ ഭക്തി. നമ്മളെ ഒരുപാട് ഇങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയാൽ നമ്മൾ വിഷയത്തിലേക്ക് കടക്കില്ല. വാസ്തുശാസ്ത്രവും ദൈവാധീനവും എന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ എന്താണ് വാസ്തുശാസ്ത്രം? പലരും എന്നോട് ചോദിക്കും, അല്ല ശരി, നിങ്ങൾ കുറ്റിയടിക്കുക, ഗണപതി വെക്കുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് യാഥാർത്ഥ്യമാണോ? അതിലൊരു വിശ്വാസത്തിന് പുറത്തല്ലേ? അതിന് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. എന്നാൽ എല്ലാവരും കുറ്റിയടിക്കുമ്പോൾ നമ്മളത്തെ ആശാരിമാർ തന്നെ വിളിച്ച് കുറ്റിയടിപ്പിക്കും. എങ്കിലും അവർ വിശ്വാസം. എന്താണ് വിശ്വാസം? എന്താണ് ശാസ്ത്രം? വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് തമിഴ്നാടോ പാലക്കാടോ ഒന്ന് കഴിഞ്ഞു പോകുമ്പോൾ കാണാം, വലിയ ഒരു ആലുമരത്തിനെ സാരി ഉടുപ്പിച്ചിട്ട് ആലമ്മ എന്നാ പറയുക. പാലുമരത്തിനെ പാലമ്മ, ആഞ്ഞിലമ്മ, പിന്നെ സിനിമാ നടി ഖുശ്ബുവിനെ ഖുശ്ബുമ്മ എന്നൊക്കെയാണ് പറയുന്നത്. അവരതൊരു വിശ്വാസമാണ്. എന്നാൽ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ഗണിതമാണ്. എന്താണ് ഗണിതം? ഒന്നും അറിയാതെ, എഴുതാനും അറിയാതെ വായിക്കാനും അറിയാതെ ഒരമ്മ, എല്ലാവരും മിക്ക ആൾക്കാരും ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നു. എങ്ങനെ എന്ന് പറഞ്ഞാൽ, ഒരു ഗ്ലാസ് ചായക്ക് എത്ര സ്പൂണ് ചായപ്പൊടി ഇടണം? ചായപ്പൊടിക്കല്ലേ പൈസ കൂടുതൽ. ഒരു ഗ്ലാസ് ചായക്ക് 3-4 സ്പൂണ് ചായപ്പൊടി ഇട്ടാൽ കയക്കും. പാല് ജാസ്തിയാൽ പാലും വെള്ളമാവും, പനസാര ജാസ്തിയാൽ പനസാര വെള്ളം. കണക്കായി ചേർത്തതിന് ശാസ്ത്രം എന്ന് പറയാം. വാസ്തുശാസ്ത്രത്തിന്റെ തുടക്കം എവിടെ എന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം. വസു എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് വാസ്തു എന്ന പദരൂപം കൊണ്ടത്. സംസ്കൃതം സംസാരിച്ച ഏക രാജ്യം ഏതാണ്? ഭാരതം. ചൈനയിൽ പോയവർ പറയും ചൈനയിലല്ലേ വാസ്തുവിന്റെ കാണേണ്ടത്. അമേരിക്കയിൽ പോയവർ പറയുന്നു അമേരിക്കയിലല്ലേ വാസ്തുവിന്റെ കാണേണ്ടത്. എന്നാൽ സംസ്കൃത പദ രൂപം കൊണ്ടത് എവിടെയാണ്? ഇന്ത്യയിലാണ്, അല്ലെ ഭാരതത്തിലാണ്. വാസ്തുശാസ്ത്രം തുടക്കം വരുന്നു. ഉദാഹരണം, ലോകത്തിലെ ഏറ്റവും സംസ്കാരം എന്ന് പറയുന്നത് ഹിന്ദു നദീതട സംസ്കാരം രൂപം കൊണ്ടപ്പോൾ ഹാരപ്പ മോഹൻജദാരോ കാലഘട്ടത്തിൽ കുഴിച്ചെടുക്കപ്പെട്ട 4000-ൽ പരം നാണയങ്ങൾ ഉണ്ടായിരുന്നു. ആ നാണയങ്ങളൊക്കെ സംസ്കൃതമായി എഴുതിയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാല എന്ന് പറയുന്നത് നളന്ദ തക്ഷശില സർവകലാശാലയാണ്. ഹ്വാൻസാങ് എന്ന ചരിത്ര ഗവേഷകൻ അവിടെ സന്ദർശിക്കുമ്പോൾ വാസ്തുശാസ്ത്രവും ഗണിതശാസ്ത്രവും ആയുർവേദ ചികിത്സയും അവിടെ പഠിപ്പിക്കുന്നതായി പറയുന്നു. അവിടെയും സംസ്കൃതമായി. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥം എന്താണ് പറയുന്നത്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം, ഭഗവത്ഗീത, രാമായണം, മഹാഭാരതം, എല്ലാ ഗ്രന്ഥങ്ങളും എഴുതിയത്, ലോകത്തിലെ പ്രശസ്ത ഏറ്റവും കൂടുതൽ എഴുതിയത് സംസ്കൃത ഭാഷ. അതുകൊണ്ട് തന്നെ ഭാരതത്തിലാണ് വാസ്തുശാസ്ത്രത്തിന് തുടക്കം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. വാസ്തുശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മയനാണ്. മയൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് മയക്കോല് കണ്ടുപിടിച്ചത്. ഈ മയക്കോല് കണ്ടുപിടിച്ച മയന്റെ നാട് തഞ്ചാവൂർക്കാരന് 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ശില്പിയാണ്. ഈ മയക്കോലിൽ തന്നെ 24 അക്ഷരമുള്ള ഗായത്രി മന്ത്രമാണ് അതിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് 24 വിരലുകളെ സൂചിപ്പിക്കുന്നത്.
എന്താണ് ഗായത്രി മന്ത്രത്തിൽ? 24 അക്ഷരവും 24 ദേവതകളുണ്ട്. ഏത് ദേവതകളാണ്? മഹാഭാഗി, മന്ദാരവാസിനി, കുമാരി, കാളി, കപാലി, കൃഷ്ണബംഗളി, ഭദ്രകാളി, മഹാകാളി, ചണ്ഡി, ചണ്ഡേവരവർദ്ധിനി, കരാണി, കരാളി, ജയേ, വിജയേ, ഭൂരിഭൂഷണഭൂഷിതേ, അഷ്ടശൂലായുധേ, നന്ദഭോഗമന്ദിനി, മഹിഷാസുരമർദ്ദിനി, കൗശകി, അട്ടകാസേ, ഗോപമുഖേരണപ്രിയേ, ഉമേ, ചാമുണ്ടേശ്വരി, ശ്വേതേ, കൃഷ്ണേ, സാവിത്രി, വേദമാതാവേ, ദുർഗേ, പരമേശ്വരി. അങ്ങനെ 24 ദേവതമാരും ഇതിലുണ്ട്. ഈ വളരെ പ്രധാനപ്പെട്ട മയസംശയം എന്നൊരു ഗ്രന്ഥത്തിൽ അദ്ദേഹം വിശദമായി പറഞ്ഞിട്ടുണ്ട്. സംസ്കൃത ഭാഷയാണ്, അത് ഞാൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട, ഏതൊരു സാധനവും നടുമ്പോൾ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് മാത്രം നട്ടു കഴിഞ്ഞാൽ ഒരു പരാജയം ഉണ്ടാവില്ല. നമുക്ക് തെങ്ങും തഴിയാൽ മേക്കില്ല, വാഴയാൽ മേക്കില്ല, ഫലപുഷ്ടിയാൽ എന്തായാലും മേക്കില്ല. ഒരു വീടിന് മുഹൂർത്ത കുറ്റി അടിക്കുമ്പോൾ, ഇന്ന് വരെ മുഹൂർത്ത കുറ്റി അടിക്കുമ്പോഴും ആ വീട് പരാജയപ്പെടില്ല, പൂർണ്ണമായും വിജയത്തിലായിരിക്കും എന്ന് മയം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ 3446 ഇന്നടക്കം 6 കുറ്റി അടിച്ചു. എല്ലാം വിജയകരമാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പരാജയം ഞാൻ കണ്ടിട്ടില്ല. അത് ഈ മന്ത്രം ഇതാണ്: ഓങ്കാരം പരമം ശാന്തം, ഗായത്രി പ്രണവം പരം, ഭുവനം ഭവനം സത്യം, കർമ്മസാക്ഷി നമമ്മിഹം, ഗേഹേ വസുത സൗഭാഗ്യേ, ഗൃഹലക്ഷ്മി നമസ്തുതേ, നിത്യം ഗോവർദ്ധിതാനായ കാമധേനു നമസ്തുതേ, ധനദാനാത് സമൃദ്ധായ ധനലക്ഷ്മി നമസ്തുതേ, ആയുരാരോഗ്യ സൗഭാഗ്യായ നമോ ധന്വന്തിരി, സർവദോഷ വിനാശായ സർവശക്തേക നമസ്തുതേ, സർവൈശ്വര പ്രദാതായ സർവേശ്വര കൈതൊഴുന്നേ. ഈ മന്ത്രം ജപിച്ച് ഏതൊരു നമ്മൾ കാര്യം നടന്നു പോകും, അതൊക്കെ വൻ വിജയം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. എന്നാൽ നമ്മൾ ഭവനമെടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു പെട്ടെന്നൊരു പറമ്പത്ത് പോയിട്ട് വീടെടുക്കാൻ സാധിക്കില്ല. അതായത് ഒരു പാത്രം വേണം, അതിനാണ് ഭൂമി. പാത്രം നല്ലതാണോ വെടക്കാണോ എന്നൊക്കെ നോക്കണം. ഈ ഭൂമിയെ 8ആയിട്ട് തരംതിരിച്ചു. എങ്ങനെ 8ആയിട്ട് തരംതിരിക്കുന്നത്? ഒന്ന് ദേവഭൂമി, ദേവന്മാർ താമസിക്കുന്ന ഭൂമി ദേവഭൂമി, ബ്രാഹ്മണ്യ ഭൂമി അല്ലെങ്കിൽ ശുദ്ധഭൂമി, നാഗഭൂമി, ശ്മശാന ഭൂമി, യുദ്ധഭൂമി, പ്രേതഭൂമി, ശാപഭൂമി, കൃഷിഭൂമി. അങ്ങനെ 8ആയിട്ട് ഭൂമിയുണ്ട്. അതിൻ്റെ ശ്ലോകം ആദ്യപ്രവേശകാലത്തിൽ ആദ്യമായിട്ട് പ്രവേശിക്കുമ്പോൾ കാണുന്ന ദൃശ്യം. ആദ്യപ്രവേശകാലത്തീനവനഭൂമിയിൽ ദൃശ്യമാകും നിമിത്തങ്ങൾ നന്മ തിന്മകളോതിടും, വേദസുക്താഹം പുണ്യം പടഹം വീരി ശങ്കുലി, വീണ വേണു മൃദംഗങ്ങൾ ഗീതമെന്നതു കേൾപ്പതു, വെളുത്ത കാള പൂമാല പൂങ്കൊട്ടുകുടവാഹനം, പൊന്നും വെള്ളിയും നിറപ്പാത്തം മത്സ്യം ആഹാര സാധനം. ഇതൊക്കെ ലക്ഷണം കാണുകയാണെങ്കിൽ ഈ ലക്ഷണം. ആദ്യമായി നമ്മൾ പണ്ട് കാലത്ത് ഒരു ക്ഷേത്രം ഉണ്ടാകുമ്പോൾ കുറച്ച് പൈസ ഉണ്ട്, നമുക്കൊരു ക്ഷേത്രം എടുക്കാമെന്നും അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല. എങ്ങനെയാണ് ക്ഷേത്രം എടുക്കുക? നാട്ടിലെ ഒരു വേണ്ടപ്പെട്ട സന്യാസി ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വപ്നത്തിലോ എന്തെങ്കിലും വാക്മൊഴിയോ വരമൊഴിയായിട്ടോ എങ്ങനെയെങ്കിലും ഒരു തരത്തിൽ അദ്ദേഹത്തിന് തോന്നിച്ചു ഒരു ക്ഷേത്രം എവിടെ ഉണ്ടാവും അല്ല എടുക്കണം എന്ന് തോന്നിയാൽ ആദ്യം എന്ത് ചെയ്യും? ഒരു ജ്യോതിഷക്കാരനെ പോയി കാണും. അങ്ങനെ അദ്ദേഹം ഒന്ന് രാശി നോക്കിയിട്ട് വെച്ച് പറയും, ഇന്ന സ്ഥലത്ത് ക്ഷേത്രം എടുക്കാൻ പറ്റണം. അങ്ങനെ ആദ്യം എന്ത് ചെയ്യും? ഒരു കുറ്റിക്കാരനെ വിളിക്കും, അറിയാവുന്ന ഒരു കുറ്റിക്കാരനെ വിളിച്ചു കൊണ്ടുപോകും. അദ്ദേഹം കാണുന്നത് നോക്കിക്കഴിഞ്ഞ് പറയും, കസ്തൂരി തുളസി ഗന്ധം ഈശ്വരപ്രീതി കാട്ടിയിടും. കസ്തൂരിയുടെ തുളസിയുടെ ഗന്ധമുണ്ടോ ഒരു പറമ്പത്ത് എവിടെയാ ഉള്ളത്? അവിടെയാണ് ക്ഷേത്രം. എന്താണ്? ഏത് ക്ഷേത്രം? ഏതാണ് ഭഗവാൻ? വെളുത്ത കാള പൂമാല. വെളുത്ത കാളയാണെങ്കിൽ, പൂവിൽ മാലയിട്ടരാണെങ്കിൽ, കാളയാണെങ്കിൽ ശിവഭഗവാൻ. റെഡ് വസ്ത്രം അടിച്ച സാരി ഉടുത്തിട്ടോ അല്ലെങ്കിൽ ഏത് ചുരിദാറിട്ടാലും കുഴപ്പമില്ല, ഒരു അരിവാളും കൈമേലെടുത്താൽ ഭദ്രകാളി. കറുപ്പ് വസ്ത്രം ഇട്ടാൽ അയ്യപ്പൻ. കാവ്യ വസ്ത്രം ഇട്ടാൽ ആരാണ്? സുബ്രഹ്മണ്യൻ.
ഒരു പ്രായമായ ഒരു വ്യക്തി അവിടെ ഇരുന്നിട്ടുണ്ട്, അവരെ ഗുരു സമാധി. ആ വ്യക്തി അതിലൂടെ ക്രോസ് ചെയ്തിട്ട് പോകുകയാണെങ്കിൽ ഗുരുവിൻ്റെ പോക്കുവരവ്. ഇങ്ങനെയാണ് കേട്ടിട്ടുണ്ടല്ലോ, പോക്കുവരവ് എന്നിങ്ങനെയാണ് കണക്കാക്കുക. അങ്ങനെയാണ് ദേവസ്ഥാനം മനസ്സിലാക്കുക. രണ്ടാമത് ബ്രാഹ്മണ്യ ഭൂമി. എന്താണ് ബ്രാഹ്മണ്യ ഭൂമി? ഈ ബ്രാഹ്മണൻ മനുഷ്യജാതിയിൽ ഏറ്റവും നല്ലൊരു ജന്മമുണ്ടെങ്കിൽ അത് ബ്രാഹ്മണ ജന്മമാണ്. അങ്ങനെ ഈ ബ്രാഹ്മണ ഭൂമിക്ക് മത്സ്യമാംസാദികളെയോ അല്ലെങ്കിൽ രക്തച്ചൊരിച്ചിലോ തട്ടാത്ത ഭൂമിയെ ബ്രാഹ്മണ്യ ഭൂമി. അങ്ങനെ ഭൂമി നല്ല ഭൂമിയാണ്. പിന്നെ അത് കഴിഞ്ഞാലാണ് നാഗഭൂമി. എന്താണ് നാഗഭൂമി? നാഗങ്ങൾ താമസം. ഉരക ഉഗ്രജ്, ഉരകം കുടലൊരച്ചു കൊണ്ട്, ഉഗ്രം എന്ത് വിഷമുള്ള ഉരക ഉഗ്രജീവികളെ കാണുകയാണെങ്കിൽ അവിടെ നാഗമുണ്ടെന്ന് പറയാം. ഇങ്ങനെയാണ് അവിടെ ഒരു പാമ്പ് പത്തി വിടർത്തിയിട്ടോ അല്ലെങ്കിൽ അവിടെ തന്നെ നാഗത്തിനെ കാണുകയാണെങ്കിൽ അനങ്ങാതെ നിൽക്കണം, അവിടെ നാഗഭൂമി എന്ന് പറയാം. നാഗഭൂമിയിൽ വീടെടുക്കാൻ പറ്റുമോ? പറ്റായിരുന്നില്ല. അതിന് സ്ഥാനം കൊടുത്തുകൊണ്ട് മാറ്റപ്പെടുത്തുന്നതിന് തെറ്റില്ല. പിന്നെ അത് കഴിഞ്ഞാലാണ് ശ്മശാന ഭൂമി. ശ്മശാനവാസിയായിരിക്കുന്ന ഒരു ജീവിയുണ്ട്. ആ ജീവിന്റെ പേരറിയോ? ഉടുമ്പ്. അത് ശവം തിന്നുമില്ല. ആ ശവം തിന്ന ഉടുമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ശ്മശാന ഭൂമിയാണെന്ന് ഉറപ്പിക്കാം. അവിടെ തന്നെ ഒരു മാളത്ത് കയറി ഒളിച്ചാണ്. പിന്നെ ഒരു ശവം തിന്നുന്ന എൻ്റെ അറിവിൽ വേറൊരു ജീവിയുണ്ട്. ഏതാണെന്നറിയോ? അത് ഉടുമ്പ് 3-4 ദിവസം പയക്കുള്ളൂ. ഇതാ 1 മാസം പയക്കുള്ള ഇറച്ചി തിന്നതാണ് മനുഷ്യന്മാർ. അതെന്താ നിങ്ങൾക്ക് ഇത്ര ഉറപ്പെന്ന് ചോദിച്ചാൽ ഞാൻ അത്രയും ഉറപ്പ് പറയും. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോയമ്പത്തൂർ ഞാൻ ഒരു സ്ഥലത്ത് കുറ്റിയടിക്കാൻ പോയി. കുറ്റിയെല്ലാം അടിച്ച് ഒരു വലിയ കുറ്റിയെല്ലാം അടിച്ച് ഇങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ ഫാം ഉണ്ടായിരുന്നു. ആ ഫാമിലൊന്ന് കയറി നോക്കി. 1000 ലക്ഷക്കണക്കിന് കോഴി. അപ്പോൾ രാവിലെ അർബാനിലെ മുന്തിരി പോയി ഭക്ഷണവും ജലമെല്ലാം കൊടുത്ത് തിരിച്ചു വരുമ്പോൾ കുറേ ചത്ത കോയിനെ പൊക്കിയിട്ട് കൊണ്ടുവരും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് ഈ ചത്ത കോയിന് എന്താ ചെയ്യുമോ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല ഇപ്പോൾ ഒന്നും ചെയ്യും. ഞാൻ കുഴിച്ചുകൂടെ ചോദിക്കുക ഒന്നുമല്ല. അപ്പോൾ അവിടുത്തെ പണിക്കാരൻ പറഞ്ഞു, ചത്ത കോയി ഷവർമ്മക്ക് പോകുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിൻ്റെ കൊട്ടലെന്ന അത് കറിക്ക് വേണ്ടി ഹോട്ടലിലേക്കും പോകും ചെയ്യും. ശരി, ഓക്കെ. ഇത് ചീഞ്ഞു പോകില്ലേ ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഇത് ചീഞ്ഞു പോകില്ല, അതിനെന്നാ വഴിയും ചോദിച്ചു. അന്നേരം പറഞ്ഞു, നിങ്ങൾ ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു, എൻ്റെ സാധാരണ എൻ്റെ നിലയിൽ ഒരു മനുഷ്യനോട് ഞാൻ പറയില്ല, സ്വകാര്യം ഒരു സ്ഥലത്ത് ഞാൻ പറയില്ല, ഒരാളോട് പറയില്ല, എൻ്റെ വീട്ടിൽ പോയാലും ഞാൻ പറയില്ല. നിങ്ങളും ആരോടും പറയില്ല കേട്ടോ, കാരണം അയാളുടെ ജീവിത പ്രശ്നമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് മണ്ടയിൽ ഒഴിച്ച് തെങ്ങിൻ്റെ കണ്ട പോയി. അന്നേരം പഞ്ചായത്തിന് ഒരു കട്ട, ഒരു നീലക്കളം ഉള്ള കട്ടാണ് തുരിശ്. ആ തുരിശിൽ മുക്കിക്കഴിഞ്ഞാൽ 1 മാസത്തേക്ക് നല്ല പ്ലാസ്റ്റിക് പോലെ ഇരിക്കുമ്പോൾ അതാണ് നമ്മൾ ഷവർമയിൽ പോയി പോകാതെ മുക്കിയിട്ട് കൊണ്ടുവരുന്നത്. അതാണ് നമ്മൾ ഓരോ ബേക്കറിൻ്റെ മുമ്പിൽ കാണുന്നില്ല ഷവർമ. അത് തിന്നാൽ വെയ്യം ക്യാൻസർ വരും. എത്ര പറഞ്ഞിട്ടും ആൾക്ക് മനസ്സിലാകുന്ന, വിൽക്കുന്നവർക്കും തിരിഞ്ഞിട്ടില്ല, തിന്നുന്നവനും തിരിഞ്ഞിട്ടില്ല. എന്നാൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് കോഴിക്ക് 2 പേരുള്ളൂ. ഒന്ന് ലഗോൺ കോഴി, ഒന്ന് ബോയിലർ കോഴി. മരിച്ചു കഴിഞ്ഞാൽ കോഴി മാർക്കറ്റ് കൂടി. എന്താ കാരണം പറഞ്ഞാൽ രാജാക്കന്മാർ ഇടുന്ന പേര് പോലെ ഷവർമ, അവർമ, ചിക്കൻ അൽഫ, ചിക്കൻ തന്തൂരി, ഇപ്പം പറഞ്ഞിട്ട് കുയിന്ന് മാന്തി എടുക്കുന്ന കുയ്മന്തി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നു. ഒരു കുട്ടി ജനിച്ചപ്പോൾ 40ാമത്തെ ദിവസം ചില പേര് വിളിക്കലും കാര്യങ്ങളും ബിരിയാണി കൊടുക്കണം നാട്ടുകാർക്ക്. 1-ാം വയസ്സ്, 2-ാം വയസ്സ്, 100 വയസ്സ് വരെ ചെയ്ത് 100 പിറന്നാളിലും ബിരിയാണി കൊടുക്കണം. എന്തിനു വേണം? മരിച്ചു കഴിഞ്ഞാലും 40 ബിരിയാണി വേണം, കൊല്ലത്തും ബിരിയാണി വേണം, ഒരു വടക്കേം ഭാവൻ കോഴി വേണം. അപ്പോൾ കോഴിക്ക് ഒരിക്കലും നിത്തപ്പൊതിയില്ല. കോഴിന് അത്രയേറെ മാർക്കറ്റാണ്. എന്നാലും മനുഷ്യൻ മരിച്ചു നോക്കിയെങ്കിൽ ആർക്കും വേണ്ട, ഒറ്റ പേരേ ഉള്ളൂ. എന്താണ്? ഡെഡ് ബോഡി അല്ലെങ്കിൽ ശാപോ. ന്യൂസ് പേപ്പർ നിങ്ങൾ നോക്കിയാൽ, മനുഷ്യനുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ, എൻ്റെ വീട്ടിൽ കുറേ ന്യൂസ് പേപ്പറും പയ തുരുമ്പൂടി ചാണയുണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്തുള്ള. അതൊക്കെ ഒരു ദിവസം എൻ്റെ ഭാര്യ എടുത്ത് ആക്രിപ്പടിക്കാരന് കൊടുത്തു. 430 ഉറുപ്പിക കിട്ടി. എന്നാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാലോ ഒരാഴ്ച വേണ്ട, 2 ദിവസം വെച്ച മക്കൾക്ക് പോലും വേണ്ട പോലും. എന്താ ചെയ്യാം? അത് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് കുഴിച്ചിടുകയോ ചെയ്യേണ്ട അവസ്ഥ വന്നു. അതാണ് നമ്മളും കോഴിയുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കിയല്ലോ.
അങ്ങനെ കഴിഞ്ഞാൽ നാഗം കഴിഞ്ഞതിന് ശേഷം ശ്മശാനം, പിന്നെ അത് കഴിഞ്ഞാൽ യുദ്ധഭൂമി. എന്താണ് ഈ യുദ്ധഭൂമി? ഒരു കാലഘട്ടത്തിൽ നാട്ടുരാജാക്കന്മാർ തമ്മിൽ പരക്കെ യുദ്ധം ഉണ്ടായിരുന്നു. അപ്പൊ ആ യുദ്ധം ചെയ്യുന്നതിന് മാമാങ്കം പോലത്തെ അപ്പൊ തരിശായ പ്രദേശങ്ങളായിരുന്നു എടുത്തത്. ആ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളാണ് കഴുകന്മാർ വട്ടമിട്ട് പറക്കുക, ഈ കീരിയുടെ അടിപിടി ഉണ്ടാകുക, ഇതൊക്കെ ഈ യുദ്ധഭൂമിയുടെ ഫലം. പിന്നെ അത് ഞാൻ പ്രേതഭൂമി. എന്താണ് ഈ പ്രേതഭൂമി? ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കോ പ്രേതത്തിനെ പറ്റി വലിയ അറിവൊന്നുമില്ല. പണ്ട് കാലങ്ങളിൽ ഈ ഗർഭിണിയായ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ കത്തിയോ ഇരുമ്പിൻ്റെ ആയുധമോ എടുത്തിട്ട് പുറത്തിറങ്ങാൻ പോവാണല്ലോ. ഇപ്പം കറണ്ടൊക്കെ വന്നു, ഇന്ന് കുളിമുറിൻ്റെ സൗകര്യം വന്നു, അതുകൊണ്ടാണ് അതിനറിയാതെ. പണ്ട് കാലത്ത് മറകെട്ടി കുളിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുളിച്ചിട്ട് വീട്ടിലേക്ക് കയറാൻ നോക്കുമ്പോൾ പുറത്തൊരു മാന്തലും മാറിലൊരു മാന്തലും അറിയില്ല, അതിന് കൂളിമാന്തി എന്ന് പറയും. അതൊരു പ്രേതമായിട്ടാണ്. മരിച്ചിട്ട് മരണപ്പെട്ട് മോക്ഷപ്രാപ്തി ചെയ്യാതെ ദുരാത്മക്കളെയാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ശാപഭൂമി. എന്താണ് ശാപം? അങ്ങനെയുണ്ട്, ഒരു ശാപം ഉണ്ട്. പണ്ട് ഒരുപാട് ടിപ്പുവിൻ്റെ പടയോട്ട കാലഘട്ടത്തിന് മുൻപ് ഇവിടെയൊക്കെ ബ്രാഹ്മണന്മാരായിരുന്നു താമസിച്ചത്. ഈ ബ്രാഹ്മണന്മാരൊക്കെ അന്നൊരു കാലഘട്ടം പേടിച്ച് പലായനം ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തൻ്റെ കൃഷിയിടത്തുള്ള കൃഷിയും അതേപോലെ കന്നുകാലികളെ ഒക്കെ നഷ്ടപ്പെടുമ്പോൾ ഇവർ ശാപിച്ചു, കിട്ടുന്നവൻ നശിച്ച് നാരായണ കല്ലെടുത്തു പോട്ടെ, ഒരു ഗതിയില്ലാണ്ടായിപ്പോട്ടെ എന്ന് രാഗി. അതാണ് ശാപം. യജനങ്ങൾ വളരെ സങ്കടത്തോടുള്ള കരച്ചൽ. ഈ കരച്ചൽ കേൾക്കുമ്പോഴാണ് നമ്മൾ ഇത്തരം ഭൂമിയാണെന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ കൃഷിഭൂമി. എത്ര ഉത്സാഹ പരഹോന്തി ശാസ്ത്രരാഷ്ട്രത്തെ പറയുന്നത് നല്ല പച്ച നിറത്തോടു കൂടിയ തിങ്ങിയിരിക്കുന്ന ഭൂമി, ആ ഭൂമി കൃഷിഭൂമി എന്ന് പറയും, ഫലങ്ങളോടുകൂടി. ഇത്തരം ഭൂമിയാണ് നല്ല ഭൂമി എന്ന് പറയുന്നത്. എത്ര തരത്തിലുള്ള ഭൂമിയിലാണ് നമുക്ക് ഭവന നിർമ്മാണത്തിന് ഏറ്റവും നല്ലത്? എല്ലാ ഭൂമിയും എടുക്കാൻ പറ്റുമോ? ഇല്ല. ദേവഭൂമി ഒഴിവാക്കാം, ബാക്കി എല്ലാ ഭൂമിയും എടുക്കാൻ പറ്റും. പ്രശ്നപരിഹാരം ചെയ്യാം. എങ്ങനെയാണ് പ്രശ്നപരിഹാരം ചെയ്യാം? നാഗത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ പർലശ്ശേരി അമ്പലത്തിൽ നാഗത്തിനെ ആവാഹിച്ചിട്ട് കൊണ്ടുപോവുക. അത് കഴിഞ്ഞാലോ ശ്മശാനത്തിനെങ്കിൽ അതിനെ ആവാഹിച്ച് തിരുനെല്ലിയോ തൃച്ചംബരത്തോ കൊണ്ടാക്കിയാൽ മതി. തിരുനെല്ലി കൊണ്ടാക്കിയാൽ ഒരു ഗുണമുണ്ട്. എന്നാ കാരണം കഴിഞ്ഞാൽ വയസ്സുകാലത്ത് മരിച്ചു പോയെങ്കിൽ തപ്പി തടഞ്ഞ് ഈടെത്തുമ്പോൾ 10-25 കൊല്ലാവും. ദൂരം ജാസ്തിയല്ലേ, വയനാടല്ലേ. അപ്പൊ അങ്ങോട്ട് കൊണ്ടാക്കുന്ന ഏറ്റവും നല്ലത്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രശ്നം കഴിഞ്ഞാൽ ഭൂമിയെ ഒന്ന് ഉഴുതുമറിക്കുക. പഴയ അസ്ഥി കഷ്ണങ്ങളോ തുണിയോ മുടിനാരോ എന്തെങ്കിലും കിട്ടുമെങ്കിൽ ഒന്നിക്ക് കത്തിച്ച് കളയാം, അല്ലെങ്കിൽ ഒഴുക്കി കളയാം. എന്നിട്ട് ഈ ഭൂമിയെ ശുദ്ധീകരിക്കാം. മരിച്ചിട്ട് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം കുഴിമൂടിയാൽ നമ്മൾ അവിടെ ഒരു വാഴ വെക്കും, അല്ലേ? ആ വാഴ വെച്ച് കഴിഞ്ഞാൽ കൃഷിഭൂമിയാക്കി എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെ ഈ ഭൂമിയെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് നെല്ലോ മമ്പയറോ ചെറുപയറോ ഒന്നിട്ട് വിതറുക, കൃഷിഭൂമിയാക്കുക. എന്നിട്ട് ഒരു പശുവിനെ ആലത്തെ വീട്ടിലോ പശുവിനെ കയറ്റി വെക്കുക. പ്രേതവും നാഗമുള്ള ഭൂമിയിൽ ഒരിക്കലും നിൽക്കില്ല. അതെങ്ങനെയാണ് മനസ്സിലാക്കിയതിന് ശേഷം ഒരു ഉദാഹരണം പറഞ്ഞു. നിങ്ങളെല്ലാവരും വെള്ളരി കൃഷി ചെയ്യുന്നതല്ല, ഞാനും ചെയ്യാറുണ്ട്. നമ്മൾ വീട്ടിലൊരു വെള്ളരിക്കൊക്കെ ഒരു കുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ മുറിച്ചിട്ട് കറി വെക്കാൻ എടുക്കും, അല്ലേ? ചെറിയ കുത്ത്. ആ കുത്തുണ്ടെങ്കിൽ വീടിൽ പോയിട്ട് ഒരു കുത്തുള്ള വെള്ളരിക്ക വാങ്ങുവാനെങ്കിൽ ഒരിക്കലുമില്ല. അതുപോലെ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ നല്ല ഭൂമി തന്നെ വാങ്ങണം. വടക്ക് ഭൂമിയിൽ പാരമ്പര്യമായി കിട്ടുന്ന ഏത് ശ്മശാനവും നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിക്കും. പ്രശ്നം നമുക്ക് പരിഹരിക്കാം. അപ്പോൾ ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം, തെറ്റു പറ്റരുത്. ഒരുപാട് കഥകളുണ്ടെങ്കിലും ഞാൻ ഒരു സിമ്പിൾ കഥ പറയാം. മൗഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇവിടെ ചക്കരകളിൽ കുറച്ചപ്പോൾ മൗഞ്ചേരി കീരോട് എന്ന സ്ഥലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ കുറ്റിയടിക്കാം. ഒരു മുസ്ലിം എന്ന സ്വന്തം അദ്ദേഹത്തിനോട് ഞാനിങ്ങനെ കാര്യം പറഞ്ഞു, നാഗത്തിൻ്റെ സാന്നിധ്യം അവിടെ കാണിക്കുന്നുണ്ട്, ഒരു തരത്തിലും എടുക്കാൻ പറ്റില്ല എന്ന്. അദ്ദേഹം പറഞ്ഞു, എടോ ആശാരി, നിങ്ങൾ നാഗം എന്ന് പറയും, നമ്മൾ പാമ്പ് എന്ന് പറയും, നമുക്കിനും വിശ്വാസമില്ല. നീ വേണമെങ്കിൽ നിങ്ങൾ പിടിച്ചോ. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, എൻ്റെ വീടിൻ്റെ അടുത്ത് അമ്പലമുണ്ട്, ഇഷ്ടം പോലെയുണ്ട്, പിന്നെ എന്തിനാ ഞാൻ അവിടെ കൊണ്ടുപോകേണ്ട ആവശ്യം?
എനിക്കാവില്ലെങ്കിൽ നീ പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ വിട്ട് ഉപേക്ഷിച്ചു പോകുന്നു. അങ്ങനെ 2 വർഷം കഴിഞ്ഞ് ഇദ്ദേഹം കാണും. ഇദ്ദേഹം കഥ പറഞ്ഞു. ഒരു ഉസ്താദിനെ കൊണ്ടുവന്ന് കുറ്റിയിൽ അടുപ്പിച്ചു, ഗംഭീരമായി വീടാക്കി. ആദ്യമില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കണ്ടേ, പിന്നീട് പ്രശ്നത്തിൻ്റെ ഒരു ഘോഷയാത്ര വീട്ടിൽ കൂടി. കട്ടിൻ്റെ അടിയിൽ പാമ്പ്, ചിമ്മിണീൻ്റെ അടിയിൽ പാമ്പ്, വീട്ടിൽ പാമ്പോട് പാമ്പ്, നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ വേറെ ആൾ പറഞ്ഞു, ബംഗാളികൾ കൊണ്ടുപോയി താമസിപ്പിച്ച മൈ എന്നാൽ പാമ്പ് കീഞ്ഞോടും. അങ്ങനെ ബംഗാളിയും കൊണ്ടുപോയി താമസിപ്പിച്ചു, പാമ്പ് പോയില്ല. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഊട്ടിയിട്ടിട്ട് ചക്കരക്കല്ല് വാടക താമസിക്കണം. ഒരു പിടിവാശി കൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു വീടെടുക്കാൻ പാടുള്ളതല്ല എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം. നമ്മൾ ആദ്യം ഭവനം എടുക്കുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നമ്മളെപ്പോൾ വേണം. നമ്മൾ നമ്മളതായ ഒരു രീതിയിൽ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ടാക്കണം. എന്താണ് എങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുക? വിസ്താരത്തിൻ്റെ 4 എന്നും 6 എന്നും 8 എന്നും വന്നിടിനാൽ വിസ്താരമേ വണ്ണമുള്ള ഭൂമി അറിഞ്ഞിട്ട് പുരവയ്ക്കാം. 4 മൂല, 6 മൂല, 8 മൂല. തീപ്പട്ടിക്ക് ഏറ്റവും ചെറിയ പൈസയുള്ളൂ 4 മൂലയാണ്. നോട്ട് ബുക്കിന് 4 മൂല, ടൈൽസിന് 4 മൂല, ഏന 4 മൂല ഇല്ലാത്തത്. എല്ലാത്തിനും 4 മൂല. ഏണും കോണും വരാൻ പാടില്ല വീട്ടിൽ. ഏണും കോണും വച്ചു പോകില്ല, ഒരു നാളില്ല നല്ല ജീവിതം, ഒരു ദിവസവും നല്ല ജീവിതം ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ആദ്യം ഭവനം എടുക്കുന്ന സമയത്ത് ഒരു പേപ്പറിൽ 4 മൂലകളോടുകൂടി ഒരു കള്ളി എടുക്കാം. എന്നിട്ട് ആദ്യം തെക്ക് പടിഞ്ഞാറ് കന്നിമൂലക്ക് ഒരു ബെഡ്റൂം. നമ്മളെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ കേരളീയർക്ക്, കണ്ണൂർക്കാർക്ക് ബെഡ്റൂമാണ്. പാലക്കാട്, നമ്മൾ തമിഴ്നാടൊക്കെ പോയി കഴിഞ്ഞാൽ, ആന്ധ്രയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പൂജാ റൂം എടുക്കാം. അവരെ കുറ്റടിക്കുന്നതിന് പിള്ളേക്കൊരു സ്ഥാനം കാണുക എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു അതേപോലെ ചെയ്യാം. തെക്ക് പടിഞ്ഞാറ് കന്നിമൂലക്ക് നിർബന്ധമായ ഒരു ബെഡ്റൂം. അത് കഴിഞ്ഞാൽ സെൻട്രൽ ഹാൾ. എങ്ങനെയാണ്? അല്ലെ പടിഞ്ഞിട്ടകം. എങ്ങനെയാണ് എടുക്കുക? സെൻറ്റർ എന്ന് പറഞ്ഞാൽ സെൻറ്റർ തന്നെ. കിഴക്ക് മുഖമെങ്കിൽ തെക്ക് പടിഞ്ഞാറ് കന്നിമൂല. കന്നിമൂല ഇന്ന് ആക്കുന്നൊന്നുമില്ല, എല്ലാവർക്കും ഒരേപോലെ. ചില ആൾ എന്നോട് പറയും, ആശാരി എൻ്റെ വീടിൻ്റെ കന്നിമൂല, എന്നാൽ മറ്റുള്ള വീട്ടിൽ കന്നിമൂല കാണുന്നില്ലല്ലോ. അതെന്താ ഇല്ലാത്തത്? എല്ലാവരിലും ഉണ്ട് തെക്ക് പടിഞ്ഞാറ് മൂല കന്നിമൂല എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ എവിടെയാണ് കിച്ചൺ വേണ്ടത്? കിഴക്ക് വടക്കേ മൂല. സൂര്യനെ ആഗമിക്കുന്ന രീതിയിൽ കിഴക്കും എടുക്കാം, വടക്കും എടുക്കാം. കിണർ നിർബന്ധമാണ്. നിർബന്ധമില്ലെങ്കിലും സാരല്ല, വേറെ വലിയ കുന്നിന് മുകളായെങ്കിൽ അതിൻ്റെതായ മാർഗങ്ങൾ പറഞ്ഞു. അടുപ്പ് നിർബന്ധമാണ്. അടുപ്പില്ലാതെ വീട് അടച്ചിടേണ്ടി വരും. പിന്നെ ചോറും കറിയില്ല, പിന്നെ പൂട്ടേണ്ടി വരില്ലേ? അവിടെ നിർബന്ധമായിട്ടും അടുപ്പ് വേണം. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങളെല്ലാവരും കക്കൂസ് ടോയ്ലറ്റ് എവിടെയാ വെക്കുക? പണ്ട് പുറത്തുനിന്ന് അകത്തു നിന്നിട്ട് പുറത്തേക്ക് പോകാം. ഇപ്പം എങ്കിൽ അകത്തു നിന്നിട്ട് പുറത്തു നിന്നിട്ട് അകത്തേക്ക് വരുത്താം. അപ്പോൾ നമ്മൾ ഏടി ആശാരി വെക്കുക? തുറന്നെടുക്കെല്ലാം കന്നിമൂലായിരുന്നു. പിന്നെ ഏത് ഭാഗത്താ വെക്കും? അതിന് അർദ്ധ വീട്ടിന്റെ പകുതി കണ്ടിട്ട് അർദ്ധേ ദക്ഷിണത ശ്മശാനഖണ്ഡം കുരിയാൽ പുരുഷാലയം വിഭ്രാണം തരണി നിത്യാർച്ചന ചെയ്യുന്നത്. കക്കൂസ് തെക്ക് വശം, മരിച്ചാലും തെക്ക് വശം. അപ്പൊ തെക്ക് വശം വരുന്ന വിധത്തിൽ ടോയ്ലറ്റ് പണിയാം. തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിൽ ഒരു തരത്തിലും നിങ്ങൾ കക്കൂസ് പണിയരുത്. കാരണം സന്ധിയൊന്നും ഇടിയാതെ കർണന് സന്ധിയിൽ തൊടുകിലാകെ പൊന്തിടുന്നു. മരണാതി കഷ്ടമാണ്. ഒന്നിക്ക് മരണം അല്ലെങ്കിൽ കഷ്ടമാണ്. ഇപ്പം തില്ലങ്കേരി പഞ്ചായത്തിൽ ജപ്തി നോട്ടീസ് വന്നിട്ട് 27 വീട് ഞാൻ കഴിഞ്ഞ മാസം പോയി നോക്കി. എടുത്തിട്ട് ഒരു ഗതിയിലായിട്ടാണ് ജപ്തി നോട്ടീസ് വരുന്നത്. പോയ 24 വീട്ടിനും കന്നിമൂല കക്കൂസ്. ഈ വാങ്ങൻ ലേലത്തിന് വന്നവർ പറഞ്ഞു, കന്നിമൂല കക്കൂസെങ്കിൽ വേണ്ട, നമുക്ക് വീടേ വേണ്ട, ആള് കീഞ്ഞു പോയി കളിയണം. ബാങ്കാർ ആകെ കുടുങ്ങിപ്പോയി. അപ്പോൾ അഥവാ നിവൃത്തിയില്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് വരികയാണെങ്കിൽ 8 സൂത്രസ് 8 16 വിരലിന് വരെ അന്തരം വയ്ക്കുന്ന ക്രമോചിതം. അല്ലെങ്കിൽ 2 അടി മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ 2 കല്ലിന്റെ മാറ്റം കൊണ്ട് കക്കൂസ് എടുക്കുന്നതിന് തെറ്റില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീടൊക്കെ ഒരു വരച്ചെല്ലാം നയിച്ചിട്ടും വീടിന് എങ്ങനെയെല്ലാം മാതൃക ഉണ്ടാക്കണം? യന്ത്രശൈലി 4 ശൈലികൾ. ക്ഷേത്രമായും ക്ഷേത്ര സംബന്ധമായ ഉപജീവനം കഴിക്കുന്ന നമ്പൂരിമാർ ഉണ്ടാക്കുന്ന ഭവനത്തിന് ഇല്ലം എന്നാണ് പറയുക.
4 കെട്ട് നമ്പ്യാമാർ, യശ്വാമാർ, നായന്മാർ അങ്ങനെ അവരെടുക്കുന്ന വീട് കുറച്ച് പൈസ ആവശ്യമുള്ളവർ കൊട്ടാരം എടുത്തു. ആശാരി മുശാരി തട്ടാക്കൊല്ലന്മാർ അങ്ങനെ എടുക്കുന്ന പുര എന്നാ പറയുക. മറ്റുള്ള സമുദായത്തിൽപ്പെട്ടവരെ എന്താ പറയുക, കുടി. ഇന്നും നമ്മൾ തലപ്പുറ ഭാഗത്തൊക്കെ പോയി പറയുമ്പോൾ എൻ്റെ കുടിയിൽ പറഞ്ഞിട്ടാണ് വന്നിനെന്ന് പറയും. അതങ്ങനെയാണ് ഇപ്പോൾ. എൻ്റെ കുടിയല്ലേ, അങ്ങനെ ഉണ്ട് ഒരു എല്ലുണ്ട് നമുക്ക്, കുടിയല്ലേ. ആശാരിമാരൊക്കെ എന്ന് പറയാന്നറിയാം. എൻ്റെ പൊരയെ കുടിയിൽ പറഞ്ഞിട്ടാന്നേ വന്നിന്, അവിടെ പൊരയായി. നമ്പ്യാമാരെന്ന് പറഞ്ഞല്ല, വീട്ടിൽ കൂടുതൽ പറഞ്ഞിട്ടാ വന്നിന്. നമ്പൂരിമാരോ എൻ്റെ ഗൃഹപ്രവേശനം പറഞ്ഞിട്ടാ വന്നത്. എല്ലാം ഒന്നെ. എന്നാൽ ശൈലികളുണ്ട്, പടിഞ്ഞിട്ട ശൈലിയുണ്ട്, ജനകം ശൈലി. അപ്പോൾ ഓരോ ശൈലിയെ പറ്റി അന്നും ഇന്നും ഒരേപോലെയാണ്. ഭവനം എടുക്കുമ്പോൾ ഓരോന്നിനും ഓരോ വ്യത്യസ്ത ശൈലി കൊണ്ട് നിങ്ങൾക്ക് ഊഹിച്ച് നമ്മൾ ഇഷ്ടം പോലെ ഒന്നെടുക്കുന്നത് വലിയ ഗുണകരമായില്ല. അങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ ഭവനം എടുക്കുമ്പോൾ നമ്മൾ അപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ചുറ്റുപാടിലുയരുന്ന ഭൂമിയിൽ പറ്റുകില്ല ഗ്രഹമാക്കുമെങ്കിലോ ഒറ്റുനോക്കിയൊഴിവിൽ ചമയ്ക്കണം. തെറ്റുപറ്റ രുദ്രക്ഷേത്രം ഉള്ളിടം കാളി തൊട്ടു നരസിംഹവും ശിവൻ കേളി കേട്ടവരിൽ ഉഗ്രമൂർത്തികൾ പള്ളി കൊണ്ടേടിനഗ്രവും ബലം തള്ളി വയ്ക്കല അന്യദിക്കൽ. ഉഗ്രമൂർത്തികളായ ക്ഷേത്രത്തിന് മുൻവശത്തോ പിൻവശത്തോ എടുക്കുന്നത് ശ്രദ്ധിക്കാം. വലംവശത്തോ ഇടംവശത്തോ എടുക്കുന്നത്. അതായത് കാളി തൊട്ടു നരസിംഹ, കാളി, ഭദ്രകാളി, നരസിംഹ എന്നീ ക്ഷേത്രത്തിന് മുൻവശത്തെടുത്താൽ ഈ ക്ഷേത്രത്തിലുള്ള ദേവന്മാർ പോക്കുവരവുണ്ട്. അതായത് ഉച്ചാടനം എന്നാണ്. അവരുടെ തടസ്സം നിൽക്കുകയാണെങ്കിൽ അംഗരക്ഷരൊക്കെ നമ്മളെ തട്ടിത്തെറിപ്പിക്കും. അതുകൊണ്ടാണ് ഗുളികൻ്റെയും ഭദ്രകാളിയുടെയും ഒക്കെ ക്ഷേത്രത്തിന് മുൻപിൽ ഭവനം എടുക്കരുത്. ഒന്ന്, ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിനോ താഴികക്കുടത്തിനോ മുകളിൽ വരുന്ന വിധത്തിൽ മേൽക്കൂര പണിയാൻ ചെയ്യാൻ പാടില്ല എന്ന് പണ്ടേ ഞങ്ങൾക്കറിയാം അല്ലേ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരാശാരിയെ വിളിച്ചു ഭവനത്തിന് പ്ലാനൊക്കെ ആക്കി കുറ്റിയടിക്കണം. ഏത് മരം കൊണ്ടാണ് കുറ്റിയടിക്കുക? ദേവതാരം. എന്തുകൊണ്ടാണ് ദേവതാരം എടുക്കാനുള്ള കാരണം? ദേവലോകത്തുനിന്ന് കൊണ്ടുവന്ന ദേവതാരവും കൽപോഷവും പാരിജാതവും, ഈ 3 മരം കൊണ്ടുവന്നു. അങ്ങനെ ഈ 3 മരം കൊണ്ട് ഏറ്റവും ഒരിക്കൽ നശിച്ചു പോവാതെ ഇരിക്കുന്ന മരമാണ് ദേവതാരം. അതുകൊണ്ട് ദേവതാരം തെക്ക് പടിഞ്ഞാറ് കന്നിമൂലി മാർക്ക് ചെയ്തുകൊണ്ട് ഗണപതിക്ക് വെച്ചുകൊണ്ട് മൂർത്തക്കുറ്റി അടിച്ച് അങ്ങനെ കല്ലിനെ ഭയന്തിരുത്തുകൊണ്ട് ഏകദാരവും ശീലാകൽപ്പം, കല്ലാണെങ്കിൽ കല്ലം, മരമെങ്കിലും മരം, ഒന്നിനെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ ഇതൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും തറയൊക്കെ കെട്ടി ഇനിയും നമ്മൾ ചെയ്യേണ്ടത് കട്ടില വെക്കും. ഇപ്പോൾ ഇരുമ്പിനെ കൊണ്ടാക്കുന്നുണ്ട്, കോൺക്രീറ്റിനെ കൊണ്ടാക്കുന്നുണ്ട്, പലതരത്തിലുണ്ട്. എന്നാലും മുമ്പിലത്തെ കട്ടില ഉറപ്പായിട്ടും മരം കൊണ്ടാക്കണം. എന്ത് പറയാൻ കാരണം, ആ മുമ്പിലത്തെ കട്ടിലേൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒരു ദേവനുണ്ട്. ആ ദേവന്റെ പേരറിയോ നിങ്ങൾക്ക്? അയാൾ വളരെ ഭയങ്കര മഹാവിഷ്ണുവിന്റെ അവതാരമാണ്, നരസിംഹമൂർത്തി. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് ലക്ഷ്മി. അതുകൊണ്ടാണ് എല്ലാവരും പണ്ടത്തെ ആള് പറയുന്നത് കട്ടില വെക്കുമ്പോൾ സ്വർണം വെക്കുന്നുണ്ട്, ഒരു ഭാവം വെക്കണമെന്ന്. മനസ്സിലായില്ലേ? കൂടുതൽ വെച്ചോ കൂടുതൽ അഭിവൃദ്ധി കിട്ടും. അങ്ങനെ ഈ നരസിംഹമൂർത്തി ഉള്ളത് കൊണ്ടാണ് കട്ടില വെക്കുമ്പോൾ ഒരിക്കലും കട്ടിലിനുള്ള സ്വർണം വയ്ക്കരുത്. അത് തെറ്റാണ്. കാരണം സ്വർണം ലോഹമാണ്. ലോഹം കൊണ്ട് ബന്ധിക്കുമെങ്കിലും അവിടെ മരണാദി ക്ലേശം, ആ മരണം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ വെക്കരുത്. എൻ്റെ അറിവിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വടകര കൈനാട്ടിക്കൽ ബാലവാടി എന്നൊരു സ്ഥലത്ത് കുറ്റിയടിക്കാൻ, വലിയ ധനികനാണ്, അദ്ദേഹം സ്വർണ്ണ വ്യാപാരിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ കുറ്റിയടിക്കാൻ പോയപ്പോൾ കുറ്റിയൊക്കെ അടിച്ച് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ കട്ടിലോപ്പിന് വിളിച്ചു. ഞാൻ പോയി. അങ്ങനെ വലിയൊരു കട്ടില, ഗംഭീര കട്ടില, നിലമ്പൂർ തേക്കുണ്ടാക്കിയ ഒരു ഗരുഡൻ്റെ രൂപമൊക്കെ കൊത്തിയ ഒരു കട്ടില വെച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പണിക്കാരൻ ആശാരി ഒരു ഡ്രില്ല് അടിച്ചിട്ട് ഹോൾസ് ചെയ്യുന്നുണ്ട് ഈ കട്ടിലിൻ്റെ മുകളിൽ. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു, നമ്മൾ ഒരു സ്വർണത്തിൻ്റെ രൂപം വെക്കുന്നുണ്ടോ?
ഞാൻ ചോദിച്ചു എന്തിനാണ്? അല്ല നിങ്ങളെപ്പോലത്തെ ആൾ പറഞ്ഞിട്ടാണ് വെക്കുന്നത്. ഞാൻ ചോദിച്ചു എന്താ രൂപം? നോക്കുമ്പോൾ ഒരു 100 റുപ്യ വരുന്ന സീക്വൻസിൽ ചെമ്പ് തേട് നരസിംഹ രൂപം ഇതിൻ്റെ ഉള്ളിൽ വെക്കുക. അപ്പം ഞാൻ പറഞ്ഞു വെക്കരുത്, നാളെ ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കണം. അദ്ദേഹം പറഞ്ഞു ഇതൊന്നും പ്രശ്നമില്ല, എന്നാലും നമുക്ക് നേരിടാം. പിന്നെ ഞാൻ പറയുന്നൊന്നും അല്ല കേൾക്കും, അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. അങ്ങനെ കട്ടിലൊക്കെ വെച്ചു ഗംഭീരായി വീടായി വീട്ടിൽ കൂടി തിരക്കേടില്ല. അദ്ദേഹം പറഞ്ഞു ആദ്യം ഒരു ബുദ്ധിമുട്ടില്ല, പിന്നെ ഓട്ടോമാറ്റിക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. തനിയെ ഓട്ടോമാറ്റിക് വാതിൽ തുറക്കുന്ന ശബ്ദം, മൃഗത്തിൻ്റെ ഒരാഴ്ച, ഇതൊക്കെ വീട്ടിൽ കൂടി വന്നു. അങ്ങനെ ഇതിനെ ആവാഹിക്കുന്ന ആളെ കൂട്ടിക്കൊണ്ടുവന്നു. ആവാഹിച്ചൊക്കെ ഒരു തരത്തിലും പോകുന്നില്ല. പല പ്രശ്നങ്ങളും പല പൂജകളും ചെയ്യും. പൈസ പോയെന്നല്ലാണ്ട് ഒരു സംഭവം നടന്നു. അങ്ങനെ ഞങ്ങൾക്ക് അറിയുമെന്നറിയില്ല, എടയന്നൂരിലെ എസ്കോറത്ത് സീതാരാം മാഷ് അദ്ദേഹത്തിൻ്റെ അടുത്ത് എവിടെ പറയും. അദ്ദേഹത്തിൻ്റെ മകളുടെ വീടിന് കുറ്റിയടിച്ചാൽ അദ്ദേഹം എന്നെ വിളിച്ചു, വിനോദം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു മാഷേ ഞാൻ കുറ്റിയടിച്ച വീടാണ്, വടകരക്കാരല്ലേ. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നമുണ്ടല്ലേ? അപ്പം ഞാൻ പറഞ്ഞു മാഷേ ഈ നരസിംഹത്തിനെ ബന്ധിച്ചതാണ് പ്രശ്നം, അതിന് പോയി എന്താ വഴിയെന്ന് വെച്ചു. ഞാൻ പറഞ്ഞത് എടുത്തു മാറ്റും. അങ്ങനെ മുമ്പിലത്തെ കള്ള മൊത്തം കൊത്തി പൊച്ച് കഴിച്ച് ഈ ചെറിയ 100 റുപ്യ സീക്വൻസ് മാറ്റി 10,000 റുപ്യ ചിലവാക്കി പിടിവാശി കൊണ്ട് ഒരിക്കലും കട്ടിലിനോട് രൂപം വെക്കാനും പാടില്ല. വെച്ച സ്വർണ്ണം ആടെ നിൽക്കട്ടെ, ഇനി എടുക്കാൻ നിൽക്കണ്ട. നമ്മൾ ഒരു ചെമ്പായാലും സ്വർണ്ണമായാലും ലോഹ, സ്വർണം കൊണ്ട് നമ്മളൊരു ഇങ്ങനെ ഇതാക്കി ഇങ്ങനെ ആണിയാക്കി കാക്കടുപ്പിച്ച് കയറ്റിയാൽ സ്വർണം തന്നെയാണ്, ലോഹല്ലേ. ചില ആൾ പറയും മന്ത്രിച്ചാലും പൂജ ചെയ്താലും ഉസ്താദിന് വെള്ളം കൊണ്ടുപോയിച്ചാലെല്ലാം പോകും, ഒരിക്കലും പോവില്ല. അത് പൊരിച്ച് മാറ്റുമായിരുന്നു. കുറേ പൈസ സമ്പാദിച്ചു ഒരു വ്യക്തി, ഒരുപാട് പൈസ സമ്പാദിച്ചു, എന്നിട്ടോ വായ്പുണ്ണ് വന്നാൽ എന്താ അവസ്ഥ? ഒരിക്കലും ഭക്ഷണം കഴിക്കാതെ ഒരു തരത്തിലാവില്ല. അപ്പോൾ അച്ഛൻ ഒരുപാട് സമ്പാദിച്ചു, മക്കൾ വിചാരിച്ച് അച്ഛന് മാനസികം വന്നു. മക്കൾ വിചാരിച്ച് അച്ഛനെ കാണാൻ വരുന്നവരെല്ലാം കണ്ടോട്ട് ഏതായാലും സ്വർണം കൊണ്ട് ചങ്ങല ഉണ്ടാക്കി എൻ്റെ കാക്കിട്ട് കൊടുത്തു. കനകം കൊണ്ട് ബന്ധിച്ചാലും അത് ബന്ധനാണ് അല്ലേ, ലോഹം തന്നെയല്ലേ അത് വരുന്നത്. ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ട് അതിലൊരു കടക്കി ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ മലന്ന് കിടന്ന് കാലും കൈയും തളർന്ന് വിഭാഗത്തിൽ കൊണ്ട് അപ്പോൾ ആടിയുണ്ടായി പൈസനെ കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. പിടിവാശിയൊക്കെ നടത്തി കഴിഞ്ഞാൽ ഭവനം എടുത്താൽ കിടന്നു പോവും, പല പ്രശ്നങ്ങളുണ്ടാവും എന്ന് നിങ്ങളെപ്പോഴും ഓർക്കണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് കട്ടില വെച്ച് ഘട്ടം നമ്മളെന്ത് ചെയ്ത് വീടായി എല്ലാം കണ്ടീഷനാക്കി പോയിക്കാൻ ശേഷം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആശാരി എത്ര സ്റ്റെപ്പാ വെക്കുവാന്ന്? മണ്ടൻ ചോദ്യമാണ്. 3 വെച്ചൂടെ, 4 വെച്ചൂടെ? നമുക്ക് 2 കൈയുള്ളൂ, 2 കാലുള്ളൂ, 2 ചുണ്ടുള്ളൂ. മുമ്പിലത്തെ കട്ടിലൊക്കെ നേർക്കല്ലേ സ്റ്റെപ്പ് വെക്കേണ്ടത്? നമുക്ക് 2 ചുണ്ടുള്ളൂ, മേൽ ചുണ്ട് ചാൻകൊണ്ട്, വലത് കാല് ഇടത് കാല്. ഞാൻ പൈസക്കാരനാണ്, ഞാൻ ഇടത് കാലം വെച്ചിട്ട് കയറുമെന്ന് ഏടിയും പറഞ്ഞില്ല. എല്ലാവരും വലത് കാലം വെക്കുള്ളൂ. പൈസയൊന്നും ഇല്ല എൻ്റെ കയ്യിലെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടത് കാലം മുന്നിൽ വെക്കുകയോ ഇല്ല, വലത് കാലം വെക്കുകയോ ഇല്ല. എല്ലാം റൂട്ട് പ്രകൃതിയുടെ നിയമത്തിനനുസരിച്ച്. അങ്ങനെ കട്ടില വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വായുവട്ടത്തിനകത്ത് മൂലവട്ടം വരത്തക്ക വിധം ചെയ്യണം. അണ്ണാക്കിലിട്ട് അടിവഴി പോകണം. മുമ്പിലത്തെ കട്ടിലൊക്കെ തടസ്സം ഉണ്ടാകരുത്. കാരണം ചെവി വെക്കുന്നിടക്കും തടസ്സം ഉണ്ടാകരുത്. അപ്പൊ ചോദിക്കും മുമ്പിലത്തെ കട്ടിലൊക്കെ തടസ്സം ഉണ്ടായാലെന്താണ്? വലിയ ബിരിയാണി കഴിച്ചു, ഒരക്കൊരു കെട്ടി അടിയിൽ ആപ്പു അടിച്ച്, എന്താ അവസ്ഥ ഉണ്ടാവുക? ചത്തു. അല്ലെങ്കിൽ വിമർശത്തോട് ജീവിക്കും. ആയുസ് നീട്ടിക്കെട്ടിയിട്ടുണ്ടെങ്കിൽ 1 കൊല്ലം കൂടി ജീവിക്കും, അല്ലെ ഒരു ഗതിയും പരഗതിയും ഉണ്ടാവില്ല. അപ്പൊ 2 സ്റ്റെപ്പ് ഉണ്ടാവുക, വരവ് ചെലവ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? മിറ്റത്തിന് അളവ് വെക്കണം. അപ്പൊ മിറ്റത്തിന് എങ്ങനെ അളവ് വെക്കുക? ആശാരി ചോദിക്കും. പാതുകം തൊട്ട് പാതാളം വരെ അളയ്ക്കുന്നത് ക്രമോചിതം. അങ്ങനെ അളക്കാം. ബേക്കത്ര സ്ഥലമുണ്ടോ അതിന്റെ 3 ഇരട്ടി മുന്നിലും വലതിനേക്കാട്ട് ഇടത് ചെറുതുമായിരിക്കണം. അങ്ങനെയും നമുക്കെടുക്കാം. പിന്നെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആൾ ചോദിക്കും, നീ വീടെല്ലാം ആയിക്കഴിഞ്ഞാൽ എന്തെല്ലാം മരം വെക്കാം? കിഴക്കിലഞ്ഞി പേരാലും ദക്ഷിണ പുളി അത്തിയും പശ്ചിമയാരാൽ പാല ഉത്തരയാക്കി നാഗവും
പാനസം, കവുങ്ങ്, കേരമാവ് എന്നിവയേറെ പൂർവാദിക്ക് തുടങ്ങി ക്രമാലുള്ളത് ശോഭനം പ്രതിദിക്കിൽ നിന്നിടൽ അരയാലാഗ്നിദോഷവും അത്യചിത്തഭ്രമത്തെയും പേരാൽ ദൂർജന പീഡയും ഉദരവ്യാപ്തി എത്തിക്കും വരുമെന്ന് സ്വർണ്ണ കായ്ക്കുമെന്നാകിൽ ചേർച്ചിട ഇലഞ്ഞിപ്പാല എന്നുള്ള വൃക്ഷം പുളിയും നാഗമരവും ഉദരവ ഐനീവൃക്ഷതേ ഗൃഹപുഷ്ടൻ പൂർവാൻ ഗൃഹനാശം സംശയമേ വേണ്ട. ഒട്ടും പറ്റാതെ മരം നീർവാളം, നീർവരിച്ചേരി, താന്നി കാഞ്ഞ്, എരുമക്കാളി, കർമ്മോസ്, ആര്യ സർവത്തെ ബാഹ്യഭാഗം മുരിങ്ങിയും മുള ശത്രുവായി ഗൃഹത്തിന്റെ തൊട്ടരക്കലും നല്ല മരം. സുവിശേഷമാം നെല്ലി, കൊന്ന, കടുക്കായം, കൂവളം, ദേവതാരം, അശോകം, ചന്ദനം, പുന്ന, ചമതംവേങ്ങ, ചമ്പകം, കരിങ്ങാലി മരം, പിന്നെ വെത്തിലപ്പൊടി വാഴ, പിച്ചകം, തുളസി കൊണ്ട് സർവ്വദിക്കിലും കൊള്ളാമല്ലോ. അങ്ങനെ ഗംഭീരമായി മരം. സ്വർണം കായ്ക്കുന്ന മരമെങ്കിൽ വീട്ടിൽ വെക്കുക കേട്ടോ. വീടിന് ചായാൻ പാടില്ല, മുറിച്ച് മാറ്റണം. രണ്ടാമത് പറഞ്ഞത് ചേറുമരം കിണറിൻ്റെ എടുക്കാൻ, കർമോസ് മരം, കാഞ്ഞിരം, ഇതൊന്നും വീടിൻ്റെ അടുത്ത് വെക്കുന്നത് ദൂരെ വയ്ക്കാം, വീടിനെ അടുപ്പിച്ച് പാടില്ല. വീട്ടിലെ കടലക്ക് മുമ്പിൽ ഒരിക്കലും വാഴയായാലും നടാൻ ശരിയായ രീതിയല്ല. അങ്ങനെ വീടൊക്കെ ആയി കണ്ടീഷനാക്കി നമ്മൾ വീട്ടിൽ കൂടുതൽ തീരുമാനിക്കണം. ഏതെല്ലാം ദിവസത്തിലാണ് നമുക്ക് വീട്ടിൽ കൂടാൻ പറ്റിയ സമയം? വെളുത്ത പക്ഷം നന്നാ ഭദ്ര ജയാലിക്ത, കറുത്തപക്ഷം തൊട്ട് കറുത്തപക്ഷം കഴിഞ്ഞിട്ട് കർഷകത്വത്തോട് 3 ദിവസം ഒഴിക്കുന്നത് നല്ലത്. വെളുത്തപക്ഷം ഏതെല്ലാം ദിവസങ്ങളിൽ വീട്ടിൽപ്പെടാം? സൂര്യൻ, ഞായറാഴ്ച സൂര്യൻ ദുഃഖം ധനഹാനി, ചന്ദ്രന സുഖം ധനലാഭം, കുജന് കലഹം ഭോജനം, ബുധന് ഐശ്വര്യം, വ്യാഴത്തിന് സർവേന സുഖം, ശുക്രൻ സുഖം, ശനിക്ക് അതിദുഃഖം. ശനിയാഴ്ച കൊടുക്കരുത്, ചൊവ്വാഴ്ച വെച്ചാൽ കലഹം ഉണ്ടാവും വീട്ടിൽ. ശനിക്കെടുത്താൽ ദുഃഖം മാത്രം ഉണ്ടാവും. അതുകൊണ്ട് ഈ 2 ദിവസം ഒഴിവാക്കാം. ബാക്കി ദിവസം ബുധൻ എടുത്ത ഐശ്വര്യമാണ്. അങ്ങനെ വീടായി ഗംഭീരായി വീട്ടിൽ കൂടുന്നു. അങ്ങനെ വീട്ടിൽ കൂടുന്നതിന് മുമ്പ് ഗണപതി ഹോമം കഴിക്കണം, ഉറപ്പാണ്. അത് കഴിഞ്ഞതിന് ശേഷം ചെയ്യണം, ഒരു നല്ല സമയം നോക്കിയിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറണം. പാല് കാച്ചുന്നതിന് മുമ്പ് എങ്ങനെയാണ് കയറുക? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സാധനങ്ങളെടുത്ത് ഉരുളിയിലെടുത്ത് ഒരു പ്രദക്ഷിണം ചെയ്ത്, ഇലവിളക്കും എടുത്ത് സ്ത്രീകളെ കൊണ്ടെടുത്ത് പ്രദക്ഷിണം ചെയ്ത് ഒരു 5 തിരികൾ കൂട്ടി ജോയിന്റ് ചെയ്തുകൊണ്ട് വെച്ചെങ്കിൽ അതിൽ തീ പകർന്നിട്ട് ദീപജ്യോതി പരം ജ്യോതി ദീപജ്യോതി ജനാർദ്ദര ദീപോഹരതു മേൽപാപം ദീപജ്യോതി നമസ്തുതേ ശുഭം കരതു കല്യാണം ആരോഗ്യം സുഖസംവദ ദ്വേഷബുദ്ധി വിനാശായേ ആത്മജ്യോതി നമസ്തുതേ ആത്മജ്യോതി പ്രദീപ്തായ ബ്രഹ്മജ്യോതി നമസ്തുതേ ബ്രഹ്മജ്യോതി പ്രദീപ്തായ ഗുരുജ്യോതി നമസ്തുതേ. നമ്മൾ വീട്ടിൽ കൂടലിന് മാത്രമാണ് ഈ മന്ത്രം ജപിച്ചിട്ട് കത്തിക്കുക. പിന്നീട് ഈ ഒരു മന്ത്രവും ജപിക്കൂല. അതുകൊണ്ട് ഈ മന്ത്രം എല്ലാ ജ്യോതിയും അണഞ്ഞാണ്. ഈശ്വരനാവുന്ന അല്ലെ ഗുരുവാവുന്ന ജ്യോതി ശിവൻ ഭഗവാന്റെ 3 കണ്ണുകളാണ്. അറിയാലോ, പുകയില്ലാതെ അടുപ്പൊക്കെ കണ്ടിട്ടുണ്ടാവും. 2 വലിയ കണ്ണുകൾ, നടുക്ക് തൃക്കണ്ണാണ്. ഈ 3 കണ്ണും ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് ഇവിടെ തീ പകരുന്നത്. അങ്ങനെ പാല് കാച്ചുന്നതിനും ഒരു ശാസ്ത്രമാണ്. നേരെ കിഴക്കെങ്കിൽ ഇഷ്ടവിവൃത്തി സ്ഥിതിയാം. നേരെ കിഴക്കാണെങ്കിൽ ആഗ്രഹിച്ചതായതും പോലെ നടക്കും. തെക്കാണെങ്കിൽ സ്മൃതിയും വരയണം. സ്മൃതി എന്നാൽ മരിക്കുക. പടിഞ്ഞാറാണെങ്കിൽ ധനനാശം വരുന്ന പോലെ ദൃഢം. വടക്കാണെങ്കിൽ കുബേരവൃതം. മധ്യമാണെങ്കിൽ മധ്യാചനം സർവേന സുഖം. മധ്യമാണെങ്കിൽ സർവേന സുഖം എന്നാണ് പറയുന്നത്. അങ്ങനെ വീടൊക്കെ പാല് കാച്ചി ഒരു കണ്ടീഷനാക്കി ഭവനമാക്കി കഴിഞ്ഞതിന് ശേഷം 1 വർഷത്തുമാണ് വിജയമാണോ അല്ലെങ്കിൽ ഈ വീടിന് പരാജയമാണെന്ന് മനസ്സിലാവും. അതെങ്ങനെയാണ് മനസ്സിലാവുമെന്ന് പറയുന്നത്? അതിന് വഴികളുണ്ട്. ഈ നമ്മളെ വീട്ടിൽ ധനം വരുന്ന ചില ലക്ഷണങ്ങൾ കാണിക്കും. എന്താണ്? നാൽക്കാലി ജീവികൾ. എന്ത് ഈ നാൽക്കാലി? പൂച്ച, കൂർക്കൻ, പശു, ഇതൊക്കെ സ്വയം വന്നു ചേരുകയാണെങ്കിൽ ആ വീട്ടിൽ അഭിവൃദ്ധിയുണ്ട് അല്ലെങ്കിൽ ദൈവാധീനമുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ പാലക്കാടിൽ പോയാൽ വീട്ടിൽ കൂടലിന് പശുവിനകത്തേറ്റു. എന്തിനാണ്? സാക്ഷാൽ ലക്ഷ്മി ദേവി കണക്കാക്കണം. അതുപോലെ നമ്മളെ വീട്ടിൽ നാൽക്കാലി ജീവി വരികയാണെങ്കിൽ അടിച്ചു ഓടിക്കേണ്ട. 2 കാലി വരികയാണെങ്കിൽ
വേഗം പറഞ്ഞു. ആരെ ഇരികാലികൾ? മനുഷ്യന്മാർ, കാക്കകൾ, നമ്മളെ പക്ഷികളൊക്കെ വരികയാണെങ്കിൽ, സ്വയം വരികയാണെങ്കിൽ അതിനെ ഓടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇരികാലികൾ വരികയാണെങ്കിൽ കഷ്ടകാലം വരുന്നു എന്ന് പറയും. ഉദാഹരണം, ഒരു മാസം മുമ്പ് ഞാൻ ചാലോട് അമ്പലത്തിൽ പ്രഭാഷണത്തിന് പോയി. അദ്ദേഹം ശ്രീകണ്ഠാവൂർക്കാരനാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം പ്രത്യേകിച്ച് പറഞ്ഞു എൻ്റെ പേരെടുത്ത് പറയരുത് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം എൻ്റെ പ്രഭാഷണം കേട്ട് എൻ്റെ നോട്ടീസൊക്കെ വായിച്ചതിന് ശേഷം അദ്ദേഹം ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, നമുക്ക് തീരെ ഗതിയില്ല ആശാരി, പല പ്രശ്നങ്ങളും കൊണ്ട് നേരിടുന്നു, എന്താ വഴി ചോദിച്ചു. അപ്പം ഞാൻ ചില മന്ത്രങ്ങളൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ശരിയാണ്, നമ്മൾ ജപിച്ചോളൂ. അങ്ങനെ ഒരാഴ്ച ജയിച്ചപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. ഓഫീസ് റൂമിൽ ഒരു നായ വന്നിട്ട് പ്രസവിച്ചിട്ടുണ്ട്. നിൽക്കുന്ന വീടാണ്, വാതിൽ കൂട്ടാൻ പോലും പൈസയില്ല. അങ്ങനെ ആ നായ പ്രസവിച്ച് എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞ സൗഭാഗ്യം വരുന്ന ലക്ഷണമാണ്. അതെയാ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞ ഒരു പ്ലേറ്റിൽ കുറച്ച് പാലാക്കി കൊടുക്കും, നായ പോവാതെ അടുക്കട്ടെ, നാളെ പ്രശ്നമാവുമോ ചോദിച്ചു. ഒരു പ്രശ്നമില്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, വന്നാ വെക്കാത്ത കുറി വന്നിട്ട്. ശരി, ഞാൻ പറഞ്ഞു ലോട്ടറി എടുത്ത് നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ലോട്ടറി അടിച്ചു. അദ്ദേഹത്തിന് കുടുംബത്തിൽ പരമായ ഒരു കേസ് ഉണ്ടായിരുന്നു. അത് എയർപോർട്ടിൻ്റെ സ്ഥലം, വെള്ളിയാമ്പറമ്പ് എയർപോർട്ടിൻ്റെ സ്ഥലം വിട്ടുകൊടുക്കൽ. അദ്ദേഹത്തിൻ്റെ ഒരേട്ടൻ നാടുവിട്ട് പോയി. ആ ഒറ്റ കാരണം കൊണ്ട് കേസ്, ഈ പൈസ ആർക്ക് പോകുന്നു. അങ്ങനെ ഈ വ്യക്തിക്ക് 12 ലക്ഷം ഉറുപ്പിക കിട്ടും. അങ്ങനെ ചില ലക്ഷണങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം എന്നെ പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേരെടുത്ത് പറയരുത്, ഒരു വിഷമിപ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ ക്ഷണം അനുസരിച്ച് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ചില ലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് അഭിവൃദ്ധി വരുന്നത്. പിന്നെ ചില സൂത്രവാക്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അഭിവൃദ്ധി വരാനുള്ള. ഞാൻ തുടയെ പറഞ്ഞു തരാം. അങ്ങനെ വീട് കൂടെ എൻ്റെ നാട്ടിൽ ഇതേപോലെ വീടായി ഒരു വ്യക്തി വീട്ടിൽ കൂടി. അദ്ദേഹത്തിൻ്റെ പേര് രമേശ് എന്നാണ്. അങ്ങനെ വീട്ടിൽ കൂടി അദ്ദേഹം ഗണപതി ഹോമമൊന്നും കഴിച്ചിട്ടില്ല. കുടുംബക്കാർ വന്ന് ചോദിച്ചു, അല്ല രമേശ, നീ ഗണപതി ഹോമം ഇല്ല, എന്താ കഴിക്കാൻ? ഞങ്ങൾക്ക് വിശ്വാസമില്ല. അവൻ്റെ ഭാര്യ വീട്ടുകാർ ചോദിച്ചു, ചങ്ങായിമാർ ചോദിച്ചു, ഉള്ള ആൾ തികച്ചും ചോദിച്ചു. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, അയ്യോ ഞാൻ കഴിക്കൂല. അങ്ങനെ ഗണപതിയും കഴിക്കാതെ വീട്ടിൽ കൂടിയെങ്കിലും നമ്മുടെ നാട്ടുപുറത്തൊക്കെ ഒരു കല്യാണം കഴിഞ്ഞാലും വീട്ടിൽ കൂടലും കഴിഞ്ഞാലും കുറച്ച് പ്രായമായ അമ്മമാർ വന്ന് ചോദിക്കും, ഒരു കുശലം അന്വേഷിക്കാണ്ട്. അതുപോലെ ഈ വീട്ടിലും വന്നു, എന്തെല്ലാം അത് മോളെ സുഖം തന്നെയല്ലേ, കുടുംബക്കാരെല്ലാം വന്നിട്ടില്ലേ, ഭക്ഷണമെല്ലാം എത്തിയിട്ടില്ലേ എന്നൊരു ചോദ്യം. എന്താ മോളെ വീട്ടിൽ കൂടലിന് ഗണപതി ഹോമം കഴിക്കാനി? അല്ല, നമ്മളെ രമേശാറിന് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ തന്നെയാ മോളെ, ഇടവലത്തെ മാറ്റമ്മ എന്തൊരു പിടിവാശി. എന്നിട്ടെന്നാ പെരുത്താലത്തിന് ഒറ്റ കൊല്ലല്ലേ ഉള്ളൂ. അപ്പൊക്കെ ടീമായി പോയില്ലേ? എന്തിനാ പറഞ്ഞത്? എൻ്റെ മോളെ കൊണ്ടുപോയി മോളെ ഭർത്താവിൻ്റെ അനിയന് പിടിവാശി. എന്നിട്ടോ 6 മാസത്തിൻ്റെ ചെറിയൊരു പനി വന്നു. അപ്പൊ പിറ്റേ ദിവസം ടീമായി പോയി. അപ്പൊ ഇവരെന്ത് ചെയ്ത് ചായയും കുടിച്ച് കുറച്ച് വിഷം ഒറ്റിച്ച് പോയി. ഇവക്കാണെങ്കിൽ വളരെ വിഷമായി. ഭർത്താവിനോട് പറഞ്ഞു, ഭർത്താവ് ഇങ്ങനെയാണ് പ്രശ്നം, രമേശാട്ട ഇങ്ങനെയെല്ലാം കുഴപ്പമുണ്ടെന്ന്. അപ്പൊ ഇവൻ പറഞ്ഞു, രമേശൻ പറഞ്ഞു, ഇത് ജ്യോതിഷം നോക്കുന്നവരും നമ്പൂരിമാറും ഈ പൂജ ചെയ്തവരെല്ലാം ഒത്തു കളിക്കുന്നതാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇതൊന്നും എനിക്ക് വിശ്വാസമില്ല, ഞാൻ ചെയ്യുകയില്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ പണിസ്ഥലത്ത് നിന്ന് വരുമ്പോൾ തലവേദനമായിട്ട് വന്നു. അപ്പോൾ ഭാര്യ അന്നേരേ പറഞ്ഞിട്ടില്ല, ഇത് നിങ്ങളെ കൊണ്ടുപോകുമെന്ന് ഉറപ്പാ, ഇത് ഗണപതി ഹോമം കഴിച്ചാലേ ഈ പ്രശ്നം തീരുള്ളൂ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് തലവേദന കൂടിയാലും അത് കുറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാം, ഭാര്യ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ തുടങ്ങി, ഗണപതി ഹോമം കഴിക്കുന്നു. അപ്പോൾ ഇവൻ ഒരു ദിവസം തീരുമാനിച്ച് എന്തായാലും മൈക്കിൽ ചിന്തിച്ച് ഗണപതി ഹോമം കഴിച്ചിട്ടേ ബാക്കിയുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? ഇന്ന് ചെയ്യുന്ന അബ്ദുൽ കലാം പറഞ്ഞു, ഇന്ന് ചെയ്യേണ്ട പ്രവൃത്തി നമ്മൾ ഇന്നലെ ചെയ്യണം. നമ്മൾ ഹിന്ദുക്കളാണ്. ഗണപതി ഹോമം ഗുണം കിട്ടി പോലെ കിട്ടിയിട്ടില്ല പോലും. നമ്മൾ ഹിന്ദു ധർമ്മത്തിൽ നിർബന്ധമായിട്ട് ചെയ്യണം. ആ ഉറപ്പാണ്. ചെയ്യാതെ വീട്ടിൽ പല അനുഷ്ഠാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അഥവാ മറന്നു പോയിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കണം. നമ്പൂതിരിനെ കൊണ്ടോ
ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നൊന്നുമില്ല. അറിയാവുന്ന ഏത് വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി. വലിയ വലിയ മന്ത്രം ജപിക്കുന്ന ആളെ ഓം ഐം ഫ്രീം ശ്രീം ക്രീം ക്ലീം ഗ്ലൗ ഗം ഗണപതി സർവജ്ഞ ഇങ്ങനെ വലിയ വലിയ മന്ത്രം ജപിക്കുന്ന ആളുകൾ വിളിക്കണം. ചെറിയ നോർമലായിട്ടുള്ളവരെ മതി. വലിയ പൈസ കൊടുത്തിട്ട് 5000 രൂപ 10,000 രൂപ 1,00,000 കൊടുത്തിട്ട് പൂജ ചെയ്യിപ്പിക്കേണ്ട. വളരെ സിമ്പിളായിട്ട് ഗണപതി ചോദിച്ചാൽ നാട്ടും പുറത്ത് അറിയാവുന്ന ചെറിയ ചെറിയ ആൾക്കാരെ വിളിച്ചാൽ അങ്ങനെ ഈ പ്രശ്നത്തിലൊക്കെ പരിഹാരമായി കഴിഞ്ഞ ശേഷം പണ്ടെന്നല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇനി വാസ്തുശാസ്ത്രത്തെ കൂടുതൽ പറഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനോട് ദേഷ്യം തോന്നും. ഭക്ഷണത്തിന് സമയമായിക്കൊണ്ട് വളരെ കുറച്ചുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് എത്താം. വാസ്തുശാസ്ത്രവും ദൈവാധീനവും എന്ന ദൈവാധീനത്തിലേക്ക് കടക്കാം. പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു അസുരനുണ്ടായിരുന്നു. ഈ ഇടക്കാലത്തും ഉണ്ട്, ഇപ്പോൾ ഉണ്ട്. ആ അസുരന്റെ പേരാണ് രക്തബീജൻ. ആ രക്തബീജൻ, ഈ അസുരനും മനുഷ്യൻ തമ്മിലെന്ന വ്യത്യാസം എന്ന് പറയാം. ദേവനും ഒരു വ്യക്തി കുയിൽ വീണ് കഴിഞ്ഞാൽ അവനെ ചവിട്ടി താത്ത കഴിഞ്ഞാൽ അസുരൻ, അവനെ രക്ഷപ്പെടുത്ത ദേവൻ. ഇപ്പൊ നമ്മള് സീരിയലെല്ലാം കാണുന്നില്ല, കൊമ്പ് വെച്ചിട്ടാണ് കാണുന്നത്. അതിനാന്ന് പറഞ്ഞാൽ പോത്ത്, ബുദ്ധിയില്ലാതൊരു സാധനം പോത്ത്. ആൾക്കാർ പറയില്ല ഒരു മരപ്പോത്തെ മണ്ണനാണെന്നെല്ലാം പറയുന്നില്ലേ. ചെറുപ്പത്തിലെ കണക്കെല്ലാം ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ട് അത്തരമുള്ള ഇതാരെപ്പം പറയുന്നത് പോത്തിനെ പോലെ എന്ന് പറയുന്നത് ഒരറിവില്ലായ്മയാണ്. അതുകൊണ്ട് ആ അസുരൻ എന്ത് ചെയ്തു? പോയെടുക്കൽ ഈ രക്തബീജൻ എന്ന അസുരൻ ഈ കൂടാളി എത്തുമ്പോൾ ആടെ ഒരു കല്യാണം കഴിച്ച് 2-3 മക്കളുണ്ടാക്കി. കുടിക്കമട്ടൊക്കെ പോയി ആടെയുണ്ട്. ഏച്ചൂർ പോയി വലിയന്നൂർ എന്ന് പറയണ്ട, കണ്ണൂർ എത്തുമ്പോൾ 10-100 മക്കളുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ കല്യാണം കഴിച്ചിട്ട് അസുരന്റെ പോയി പ്രത്യേകത എന്തായിരുന്നു? നമ്മളൊരു പൂവമ്പാട വെച്ച് കൊല കൊത്താൻ വേണ്ടി നോക്കുമ്പോഴേക്ക് ഇവൻ വന്ന് കൊത്തിക്കളിയാണ്. നമ്മൾ ഒരു തരത്തിലും ഗുണം പിടിക്കുന്നില്ല. അങ്ങനെ ദേവന്മാർക്കൊരു പ്രതിനിധി വേണ്ടേ. അതിനാണ് ദേവേന്ദ്രൻ, നമ്മുടെ പഞ്ചായത്ത് മെമ്പറെ പോലെ, വാർഡ് മെമ്പറെ പോലെ. അപ്പോൾ എല്ലാത്തിനും ഒരു പരിഹാരമില്ല. അങ്ങനെ ദേവന്മാരിനെ കൂടിയിട്ട് എന്ത് തീരുമാനിച്ച് സൃഷ്ടിച്ച ബ്രഹ്മദേവനെ പോയി കാണാം. അല്ല ബ്രഹ്മദേവ, എന്ത് കഷ്ടകാലത്തിന് അവനെ സൃഷ്ടിച്ചത്? വരം കൊടുത്തിരി. ബ്രഹ്മദേവൻ പറഞ്ഞു, അല്ല എനിക്ക് കൊടുക്കാനോ അറിയുള്ളൂ, തിരിച്ചു വാങ്ങാനോ അറിയില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്ത് വൈകുണ്ഠത്തിൽ പോയി. അങ്ങനെ വൈകുണ്ഠത്തിൽ പോയി ദേവന്മാർ വെച്ചു. വൈകുണ്ഠത്തിൽ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മഹാവിഷ്ണു പറയാ, ഞാൻ ശ്രീകൃഷ്ണ അവതാര കാലത്തെ ആയുധം കൊണ്ടുള്ള പരിപാടിയിൽ നിർത്തിയതാണ്. ഇനി എങ്ങനെയാണോ ഇതിന് ആയുധം എടുക്കുക, പരിശീലനം പോകണം, കാര്യം പോകണം, എനക്ക് ആവൂല. നിങ്ങൾ ശിവഭഗവാനെ പോയി കണ്ടോ. ശിവഭഗവാനാവും പാർട്ടി ഓഫീസിൽ പോയവനാ. അനക്കും വേണ്ടപ്പെട്ടവനാ നീയും വേണ്ടപ്പെട്ടവനാ. എനക്ക് 2 ആളെ വോട്ട് കിട്ടിയാലും ജയിക്കുള്ളൂ. അതുപോലെ ശിവൻ പറഞ്ഞ എനിക്ക് 2 ഭക്തന്മാരാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, പരാശക്തിയെ അഭ്യഞ്ചിടുന്നു. പേടിയാണ് ഈ പരാശക്തി ഉണ്ടാവുക. ഈ ബ്രഹ്മാണ്ഡം സൃഷ്ടിച്ചവള് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ തന്നെ കുറേ കൊല്ലായി കണ്ടിട്ട്. പിന്നെ എവിടെയെ കാണും? വഴി പറഞ്ഞുതരാം. വിശ്വാമിത്ര എന്ന ഒരു മഹർഷി, അദ്ദേഹം ഒരു മന്ത്രം കണ്ടുപിടിച്ചു. ആ മന്ത്രം ചെയ്യുന്ന ആ മന്ത്രത്തിന് വരെ ഗായത്രി. ആ മന്ത്രം എല്ലാ ദിവസവും ജപിക്കൂ. 108 രാവിലെയും ജപിക്കൂ, 108 വൈകുന്നേരം 108. നിങ്ങൾ എന്താഗ്രഹം സാധിക്കും. അങ്ങനെ ദേവന്മാർ വീട്ടിൽ പോയി ഒരേ ജപിച്ച് ഒരു പൗർണമി മുതൽ മറ്റൊരു മാസം കഴിഞ്ഞപ്പോൾ സാക്ഷാൽ ദേവി പ്രത്യക്ഷപ്പെട്ടു നോക്കുമ്പോഴേ കാണേണ്ടത് അത്ഭുതം എന്ന് പറയാം. എല്ലാവരും അത്ഭുതത്തോടു കൂടി ദേവി വന്ന വാഹനം ഏതാണെന്നറിയാം. ലോകത്ത് ഇങ്ങനത്തെ ലോകത്ത് വാഹനം ഇവർ പറയുന്നത് കാറിലാണ്, അല്ല. സിംഹവും അല്ല. ദേവിന് സിംഹത്തിന് വന്നിട്ടേ ഇല്ല. എൻ്റെ അറിവിൽ 2 പേരാണ് ആ വാഹനം ഓടിച്ചത്. പുലി, അയ്യപ്പൻ. അങ്ങനെ ദേവിക്ക് പുലിയാഴ്ചന്ന് പേര് വന്നു. അപ്പം മോശമായ സ്ത്രീകളെ പുലിയാഴ്ച അല്ല. പുലിന്റെ മുകളിൽ കയറിയവൾ പുലിയാഴ്ച. മീനമാസത്തിൽ ഭരണി നാളിൽ സാക്ഷാൽ കൊടുങ്ങല്ലൂർ ദേവീനെ പുലിയാഴ്ച എന്നാണ് വിളിച്ചത്. അങ്ങനെ പുലി പുറത്തു വന്നു. സൗന്ദര്യത്തിൽ ആദിശങ്കരൻ നേരിട്ട് കണ്ടപ്പോൾ ചന്ദ്രബിംബം പോലെ, ചന്ദ്രനെ പോലെ, ഉദിച്ചിരിക്കുന്ന ചന്ദ്രനെ പോലെ
ഇങ്ങനെ നെറ്റി കാതിൽ എല്ലാം വൈരവും വജ്രവും ഒക്കെയാണ് ഉണ്ടാകുന്നത്. രണ്ടാമത് 2 നുണക്കുഴികൾ, തലയിൽ കിരീടം. പെണ്ണുങ്ങളൊക്കെ അസൂചി തോന്നിപ്പിക്കുന്ന മുടി ഉപ്പിറ്റി വരെ നിലത്തൊരു, അത് പനങ്കോല പോലത്തെ മുടി. പിന്നെ സാരി ആണെങ്കിൽ പറയണ്ട, കാഞ്ചീപുര സാരി, കൈക്ക് 10 വിരലും മോതിരം, മാറി ഇഷ്ടംപോലെ സ്വർണം, കൈവള കാൽവള എന്നും പാട അലങ്കാരം. ഈ ദേവി ദേവന്മാർ ഇങ്ങനെ നോക്കി അന്തം വിട്ടു നോക്കി. നമ്മുടെ നാട്ടിലൊരു പെണ്ണുങ്ങൾ ഈ ചെറിയൊരു മോതിരം കുഞ്ഞിക്കണ്ണൻ ജ്വല്ലറി പോയി വിൽക്കാനാ പോയിനെ. ജ്വല്ലറിയിൽ പോയി സ്വർണം കണ്ടപ്പോൾ അന്തമില്ലാണ്ട് ഇങ്ങനെ വായി വളർന്നു നോക്കിപ്പോയി. ഇത് വാങ്ങുവോ വേണ്ടേ കൊടുക്കുവോ വേണ്ടേ തീയാണ്ട്. അതേപോലെ ഈ ദേവി ദേവനെ കണ്ടപ്പോൾ, ഈ ദേവിനെ കണ്ടപ്പോൾ ദേവന്മാരിലിങ്ങനെ വായി വളർന്നു നോക്കിപ്പോയി. എന്തിനാ ദേവേന്ദ്രൻ നമ്മൾ വന്നത് അതറിയില്ല. ഇവരൊക്കെ ലംബ, ഉർവശി, ഇവരൊക്കെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കി. ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞു, ദേവേന്ദ്രൻ പറഞ്ഞു, എന്നാൽ കാര്യം സബ്ജക്റ്റൊക്കെ അവതരിപ്പിച്ചു. ഇങ്ങനെയാണ് ആ ദുഷ്ടനെ കൊണ്ട് നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ പറയാം. ദേവി പറഞ്ഞു, എല്ലാ ദേവി ദേവന്മാരും പ്രത്യക്ഷപ്പെട്ടാൽ ഒരു വാക്ക് പറയുന്നുണ്ട്, വത്സ ഇന്ന് ഞാൻ പ്രസാദപ്പെട്ടിരിക്കുന്നു, എനിക്ക് എന്താണ് വരം വേണ്ടത്. നമ്മൾ ദേവി പറഞ്ഞത് ഇതൊന്നും അല്ല ചോദിച്ചത്. എന്നിൽ വിശ്വസിക്കുകയും എന്നെ ഭജിക്കുന്നവർ ഒരിക്കലും കൈവിടില്ല. ദേവി പറയുന്ന ഒരു വാക്കാണ്. ആ വാക്ക് നിങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ചരിത്രങ്ങളിലും ഈ കഥ പറഞ്ഞിട്ട് ഞാനൊരു കഥ ഉണ്ടാക്കുക. എന്നിൽ വിശ്വസിക്കുക, എന്നെ ഭജിക്കുന്നവർ ഒരിക്കലും കൈവിടില്ല ദേവി. നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി ദേവിനെ. ആദ്യ ലോക പരാശക്തിയായ ദേവി. അങ്ങനെ ദേവി എന്ത് ചെയ്തു? ദേവന്മാരൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെയാണ്, നമുക്ക് പ്രശ്നങ്ങളുണ്ട്, ഈ അസുരനെ കൊണ്ട് അങ്ങനെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അങ്ങനെ ദേവിൻ്റെ കൂടെ അകമ്പടിയായി വന്നു വീരൻ, വീരാളി, ഭദ്രാളി, പുതിരോധി ഒക്കെ വന്നു. ഇവിടെ അവനെ പിടിച്ചുകൊണ്ടാടാന്ന് പറഞ്ഞു. അങ്ങനെ പിടിച്ചു കൊണ്ടുവന്നു. എന്നാൽ പിന്നെ ഒരു ഭൂമിയിലങ്ങ് അടിച്ച് താത്തളയാണ്. അങ്ങനെ ഭൂമിയിലങ്ങ് താത്തു നോക്കുമ്പോൾ പിറ്റേ ദിവസം മുതൽ വന്നിട്ട് ആ പാമ്പ്, അനാർക്ക് വേണ്ട, മുറുക്കൻ പാമ്പ് എന്ന് വേണ്ട ഇതൊക്കെ അവതരിച്ചു. അപ്പാട് ദേവി പറഞ്ഞു, ഓ കഷ്ടകാലം വന്നു. എന്നാൽ പിന്നെ ഇവനെ കടൽ താത്താളെ അയച്ചു. അങ്ങനെ കടലടിച്ച് താത്തപ്പോഴോ മുതലിയായും ചീങ്കണ്ണിയെ അവതരിച്ചു. പറ്റൂല, കഷ്ടകാലത്തിന്റെ അവിലും കഞ്ഞി എന്ന് പറഞ്ഞാലോ. അപ്പാട് ദേവി എന്ത് ചെയ്തു? ആകാശത്ത് വെക്കാലോ വിചാരിച്ചു. പരുന്തായും കഴുകനായി അവതരിച്ചു. അപ്പോൾ ദേവി പറഞ്ഞു പറ്റൂല. എന്നാൽ എല്ലാ ദേവി അറിയുന്നുണ്ട്. അങ്ങനെ എല്ലാ ആയുധങ്ങളും കൊണ്ടുവന്നു. ശംഖ്, ചക്ക, ഗദ, ഹസ്ത. അങ്ങനെ ഒരു ദേവിന്റെ ഭദ്രാളിനെ കൈമേ കണ്ടില്ല ഒരു പാത്രം, അന്ന് ചഷകം എന്ന് പറയും. ആ പാത്രത്തിൽ അസുരന്റെ തല മുറിച്ചു, ചോര മുഴുവനും ഒഴുകി. എന്നിട്ട് ദേവി എന്ത് ചെയ്തു? വലിച്ചം കുടിച്ചു. ഇറച്ചി നമ്മൾ പുലിക്കും കൊടുത്തു. കുറച്ച് രക്തം ആടിയുടെ തെറിച്ചു പോയി കേട്ടോ. ആ അസുരന്മാർ ഇപ്പോഴും ഉണ്ട്. ആ അസുരന്മാരുടെ ധാരണയുണ്ട് ഇത് പാകിസ്ഥാനാണ്. ഇത് പാകിസ്ഥാനല്ല, ഇത് അഫ്ഗാനിസ്ഥാനുമല്ല. ഈ രാജ്യത്തിന്റെ പേര് ഭാരതം എന്നാണ്. അതിനു മുമ്പ് ഹിന്ദുസ്ഥാൻ എന്നാണ് ഈ രാജ്യത്തിന്റെ പേര്. നിങ്ങൾ ഈ പേരിൽ തന്നെയുണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് അധർമ്മം ചെയ്താലും അത് തിരിച്ചു കിട്ടും എന്ന് ഓർമ്മ അസുരന്മാർക്ക് വേണം. ഏരോ അസുരന്മാരുണ്ടോ അവരൊക്കെ ഓർമ്മ വേണം. ഈ രാജ്യത്തിന്റെ പേര് ഹിന്ദുസ്ഥാൻ എന്നാണ്. പേരിൽ തന്നെയുണ്ട്, ഉറപ്പാണ്. അങ്ങനെ ഈ അസുരന്മാരൊക്കെ എന്ത് ചെയ്തു? ദേവി നീലക്കരിങ്കാളിയായി മാറി. അങ്ങനെ ആ കഥയുടെ അത് അങ്ങനെ ഒരു വളരെ സിമ്പിൾ കുറച്ച് കഥയും കൂടെ. എന്നാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നവരോട് ഒരു ശ്രദ്ധയ്ക്കും. സാമ്പാറൊക്കെ അത് കറി വെക്കുമ്പോൾ പരിപ്പിൻ്റെ വെള്ളമൊക്കെ ഉണ്ടാവുള്ളൂ. അടിയിലാണ് മുരിങ്ങാക്കായ്, വെണ്ടക്കായ് ഇതൊക്കെ താഴോട്ട് ഉണ്ടാവുള്ളൂ. ലാസ്റ്റോട്ട് പോകുന്നവരെക്കാണ് ഗംഭീര സദ്യ കഴിക്കുക. മേലുള്ളവരും വേവേയും പോയി കഴിഞ്ഞാൽ വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ പോവില്ല നമ്മൾ അല്ല, ആദ്യം പോകുന്നവർക്ക് നടന്നത്, ലാസ്റ്റോട്ട് പോകുന്നവർക്ക് നല്ല കറി കിട്ടും. അങ്ങനെ വളരെ കുറച്ച് കഥകൾ പറഞ്ഞിട്ട് പോവാം. ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഈ നാട്ടിൽ കാറ്റോട്ടമ്പലത്തെ പ്രദേശത്ത് ഒരു പാവം ദരിദ്രയായിരിക്കുന്ന ഒരു അമ്മയും മകളുണ്ടായിരുന്നു. ഞാൻ ആ കാണിച്ചത് വെച്ചാൽ ആ വളരെ ദാരിദ്ര്യം, കഷ്ടപ്പാടുകൂടി ആ അമ്മക്ക് വളരെ സങ്കടമാണ്. ഇന്ന് ഒരു ദിവസം മൂകാംബിക അമ്പലത്തിൻ്റെ
ദേവീൻ്റെ ഫോട്ടത്തിൽ നിന്നിട്ട് പ്രാർത്ഥിച്ചു, എൻ്റെ ദേവി നമ്മളെ ഈ നിലയിലാക്കിയില്ലേ, എൻ്റെ മോക്കും വേണ്ട ഒരു കല്യാണം. അതായത് ദേവി എന്താ സന്തോഷം, ഇവർക്ക് ദുഃഖം എന്ന് പറഞ്ഞാൽ തൻ്റെ മകൾക്ക് 40 വയസ്സായി, ഇതുവരെ ഒരുത്തൻ പെണ്ണാണാൻ വന്നിട്ടില്ല. കൂടെ പഠിച്ചവരൊക്കെ കല്യാണം കഴിഞ്ഞു, വീട് കൊടുത്ത് 2 പിള്ളേരുമായിപ്പോയി. ഇവളാണെങ്കിൽ ഒരാൾ വേണം, അതാ പെണ്ണാങ്കിൽ സുന്ദരി പെണ്ണും, നിറമായെങ്കിൽ എള്ളിൻ്റെ നിറം. അങ്ങനെ ഈ അമ്മ സങ്കടം കേട്ട് പിറ്റേ ദിവസം ഒരു കാക്കാത്തി വന്നു വീട്ടിൽ. ആ കാക്കാത്തി വന്നിട്ട് ചോദിച്ചു, എന്താണ് കൈ നോക്കണോ ചോദിച്ചു. ആ കൈയൊക്കെ നോക്കി. അപ്പം പറഞ്ഞു, എൻ്റെ മോളെ കല്യാണം കഴിയാതെ എന്തുകൊണ്ട്? യാനികാനി ജപാപാനി ജന്മാന്തരകൃതാന്നിച്ച താനി താനേ വിനാശന്തി പ്രദക്ഷിണം പതേ പതേ. 3 തലമുറ ചെയ്തു പോയ പാപത്തിൻ്റെ ഫലം നീ അനുഭവിക്കേണ്ടി വരും. അല്ല, ഇപ്പം ചെയ്തു പോയ പാപത്തിൻ്റെ അനുഭവിക്കണം. എന്താണ് അറിയില്ല മോളെ. അതിനൊരു വഴി പറഞ്ഞുതരാം. നീ എല്ലാ ആഴ്ചയും തിങ്കളാഴ്ച വ്രതം എടുക്കും. എൻ്റെ അടുത്തുള്ള അമ്പലം ഏതാണ്? താറ്റോട്ട് അമ്പലം. എന്നാൽ താറ്റോട്ട് അമ്പലത്തിൽ പോയി തിങ്കളാഴ്ച വ്രതം എടുക്കും. എന്നിട്ട് ഈ മന്ത്രങ്ങൾ ജപിക്കും. എന്താണ്? ഓം ഭൂർഭുവസ്വഃ സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. അല്ല കാക്കാത്തി, നാവുളുക്കുന്ന മന്ത്രമൊന്നും നമുക്ക് ജപിക്കാൻ കഴിയില്ല. അങ്ങനെ എളുപ്പ വഴി എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. ഉണ്ടല്ലോ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഈ മന്ത്രം ജപിച്ചാൽ മതി. പിന്നെ കാക്കത്തി ഇതേപോലെ നമ്മളെ വീടിൻ്റെ അടുക്ക കുറ്റിയടിക്കാൻ പോകുന്നതിന് ഒരു ആശായിരുന്നു. അയാൾ നമ്മളോട് ഇതേപോലെ പറഞ്ഞു തന്നെ. നമ്മൾ 2 ദിവസം ജപിച്ചില്ലേ, 3-ാമത്തെ ദിവസം ജപിച്ചില്ല. എന്താ? അല്ല, നമ്മൾ ജപിച്ച അയാൾക്ക് ഗുണം കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ ജപിച്ചിട്ടേ ഇല്ല. അങ്ങനെയുണ്ട് അല്ലേ? ശരി, എന്നാൽ ഒരു കാര്യം ചെയ്യണം. അമ്മയും മോളും. അപ്പോൾ ഇവർക്കൊരു സംശയം, നമ്മൾ സ്ത്രീകളല്ലേ, പറ്റാത്ത സമയത്ത് എന്താ ചെയ്യുക? അതായത് കുറൂരമ്മ എന്നൊരു അമ്മയുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണന് 3 അമ്മമാരാണ്. ഒന്ന് ദേവകി, യശോദ, ഒന്ന് കുറൂരമ്മ. ഈ കുറൂരമ്മക്ക് വിദ്യാഭ്യാസമൊന്നും ഉണ്ടായില്ല, എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല, ഒന്നുമില്ല. 14-ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കും. അതോ 80 വയസ്സുള്ള ഒരു വൃദ്ധനെ. ഇപ്പോഴത്തെ പിള്ളേരാൾ ചോദിക്കും, 50 വെച്ച് കൊടുക്കാനോ ആളെയാക്കിയെന്ന് ചോദിക്കും. അതുപോലെ അന്നൊരു കാലത്ത് ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബത്തിലെ സ്ത്രീയെ എനിക്ക് ജനിച്ചു. പാവം. കുറച്ച് കാലം 2 വർഷം 3 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടു. അങ്ങനെ മരിച്ചു കഴിഞ്ഞ ശേഷം ഇവരെ എവിടെയും പോയില്ല, വീട്ടിൽ തന്നെ ഒരേ ഭക്തിയാണ്. അങ്ങനെ ഇവരെ ഭക്തി അറിഞ്ഞ് ഒരുപാട് ആൾക്കാർ, വലിയ വലിയ ആൾക്കാരൊക്കെ ഇവിടെ വന്നു വരുത്തുണ്ട്. അത് വില്ലുമംഗല സ്വാമിയാർ എന്ന നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്. അദ്ദേഹം പലപ്പോഴും ഇവിടെ വന്നപ്പോൾ കുറൂരമ്മനെ കണ്ടു, സംസാരിച്ചു കാര്യങ്ങൾ. ഒരു ദിവസം വരുമ്പോൾ ഒച്ചത്തിൽ ഹരിനാമകീർത്തനം ചെയ്യുവാൻ കുറൂരമ്മ അങ്ങനെ കേൾക്കുന്നു. അപ്പോൾ വില്ലുമംഗല വീട്ടിൽ വന്ന് നോക്കുമ്പോൾ കുറൂരമ്മനെ കാണുന്നില്ല. പുറത്ത് ഒരു വേലക്കാരനെ കണ്ടു. എന്താണ് കുറൂരമ്മനെ വരാതെ? അത് കുറൂരമ്മക്ക് പറ്റാത്ത ദിവസമാണ്. ആദ്യം പക്ഷെ എങ്ങനെയാണ് അവരടുത്ത് ജപിക്കുന്നത്? ജപിക്കാൻ പാടില്ലല്ലോ. അപ്പം കുറൂരമ്മ പറഞ്ഞു, വില്ലുമംഗല സ്വാമിയാരെ, മരണം എന്നെ കീഴ്പ്പെടുത്താതിരിക്കാനുള്ള മാർഗമുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടല്ലോ. എന്താണ്? ഹരിനാമകീർത്തനം ജപിക്കുക. അപ്പം അതിനല്ലേ ഞാനിപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾ ജപിക്കുന്നതിന് വലിയ പ്രശ്നമില്ല. വിളക്ക് കത്തിച്ച് ജപിക്കേണ്ട, ക്ഷേത്രത്തിൽ പോയി ജപിക്കേണ്ട, വീട്ടിലിരുന്ന് ജപിച്ചോ. നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രഷറിനോ ഷുഗറിനോ ഗുളിക കുടിക്കുന്ന പോലെ കണ്ടിന്യൂഡായിട്ട് ജപിച്ചോ, ഉറപ്പാണ് അതിൻ്റെ ഫലം കിട്ടും. 101% കേരണ്ടി. അങ്ങനെ അമ്മയും മോള് നിരന്തരം ജപിച്ചു. 1 മാസത്തേക്കുമ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ചെക്കൻ വന്ന് പെണ്ണ് കണ്ട് ഫിക്സായി. അങ്ങനെ ഫിക്സാക്കി എല്ലാം ഓക്കെ ആയി കൊടുക്കാറുള്ള നല്ല തീരുമാനിച്ച് കല്യാണം അടുത്തടുത്ത് വരുമ്പോൾ അമ്മയും മോക്കായിട്ട് ഭയങ്കര ദുഃഖം. ഒരു ഭാഗത്ത് സന്തോഷമുണ്ട്, ഒരു ഭാഗത്തിന് വിഷമമുണ്ട്. എന്നാൽ നല്ലൊരു സാരിയില്ല, സ്വർണമില്ല, നാട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കാനില്ല. എന്താ ചെയ്യുക? ഇങ്ങനെ ആകെ ഉള്ളത് ഒരു പെൻഷനും അതിനെ കൊണ്ട് നടക്കുക. 1600 പെൻഷൻ കിട്ടിയാൽ നടക്കുക? ഇതൊക്കെ ഇല്ല. വിഷമിച്ചിരിക്കുന്ന സമയത്ത് കല്യാണത്തിന് 3-ാമത്തെ ദിവസം വന്നു നമ്മളെ കാക്കാത്തി. എന്തെല്ലാതെ എന്നാണ് നിങ്ങൾ കല്യാണം എന്ന് ചോദിച്ചാൽ അങ്ങനെ വന്നു. അപ്പോൾ ഇങ്ങനെ വിഷമങ്ങളെല്ലാം പറഞ്ഞപ്പോൾ കാക്കാത്തി പറഞ്ഞു, കാക്കാത്തിൻ്റെ കയ്യിൽ കുറേ മോതിരമുണ്ട്, സ്വർണ്ണമുണ്ട്. കാക്കാത്തി പറഞ്ഞു, ഇന്നാ മോളെ, എന്നാ തുണി. സാരി കൊടുത്തു, മോതിരം കൊടുത്തു, മാല കൊടുത്തു, ഇതെല്ലാം കൊടുത്തു. അപ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമായി.
അപ്പോൾ കാക്കാത്തിൻ്റെ പേര് ചോദിച്ചില്ലല്ലോ. കാക്കാത്തി നിങ്ങളെ സ്വന്തം എന്താ പേരിക്കുന്നു, എന്നാ പേര് എന്ന് ചോദിച്ചു. അപ്പം പറയാം എൻ്റെ പേര് അംബിക എന്ന പേര്. അപ്പം നിങ്ങൾ നാട് എവിടെയാണ്? പണ്ട് കുറേ കൊല്ലം ഞാൻ താമസിച്ചത് കൊടജാദ്രിയിലാണ്. പിന്നെ ആടുന്ന് ഒരു മഹാൻ എന്നെ കൂട്ടിക്കൊണ്ടെന്ന് മൂവാമ്പിയിലാണ്. പിന്നെ ആടുന്ന് ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നൊന്നുമില്ല. മൂവാമ്പിയിൽ നിന്ന് ചോറ്റാനിക്കനും കൊടുങ്ങല്ലൂരും മാമാനത്തും കളരുവാതിക്കലും എന്തിനു പറഞ്ഞ് പൂവത്തൂർ ഇന്നലെ വരെ ഞാൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടുത്തെല്ലാം വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എല്ലാ സ്ഥലത്തുണ്ട്. ഇന്നലെ ശരി അങ്ങനെയാണ്. അങ്ങനെ പിന്നെ ഒരു കാര്യം ചായനെ കൊടുത്തില്ല. എന്നാൽ നിങ്ങൾ പോയിക്കോ. ഈ വന്നതാരാണ്? സാക്ഷാ മൂകാംബികാദേവി. ഈ മൂകാംബികാദേവി നമ്മളെ വീട്ടിൽ വന്നാൽ നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. കാക്കാത്ത രൂപയും യാചകന്റെ രൂപയിലും പല രൂപത്തിലും വരും. എന്നാലും നമ്മൾ മനസ്സിൽ നമ്മൾ അറിയുന്നില്ല ഇതാരാണ് ദേവിയെ ഒരിക്കലും നമ്മൾ ദർശനം തരില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യണം, വീട്ടിൽ ഏത് വ്യക്തി യാചകനായാലും ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റുമെങ്കിൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്തും. നന്നായി വാ എന്നൊരു വാക്ക്. ഗതിയിലാണ്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ ഒറ്റ ഗതിയിലാണ്ടായി പോകും. അങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ മതി. രണ്ടാമത് ഞാൻ ഒരു കാര്യം, നമ്മൾ ഹിന്ദുമതം ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് നിൽക്കാം കേട്ടോ. ഹിന്ദുമതം നമ്മൾ ഏറ്റവും നശിച്ചു പോകാനുള്ള ഒരു കാരണം, നശിച്ചു പോകാനുള്ള കാരണം എന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മൾ വരുന്ന തലമുറ കുട്ടികൾ തക്കാളി, 1 കിലോ തക്കാളി, 1 കിലോ പഞ്ചസാര, 1 ഉള്ളി ഈ വാങ്ങി പറഞ്ഞാൽ കുട്ടികൾ 2 സാധനം വാങ്ങിക്കൊണ്ടു. ബാക്കി സാധനത്തിന് ഓർമ്മയില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? മൊബൈലിട്ട് കണ്ടിന് മരവിച്ചു പോയി. ഇതിനൊക്കെ കാരണം തരുന്നതാണ് അച്ഛനോ അമ്മയും. പണ്ട് ചെറിയ കുട്ടികളായ സമയത്ത് കരയുമ്പോൾ പാല് കൊടുത്തു. ഇപ്പം എന്താ ചെയ്യുന്ന അറിയാം? മൊബൈൽ കൊടുത്ത് കരച്ച് നിർത്തി. അതുകൊണ്ട് എന്തായി വരുന്ന തലമുറ നമ്മൾ എന്ത് ചെയ്തു? മരവിപ്പോടുകൂടി ജീവിച്ചു. ഞാൻ 1 മാസം മുമ്പ് ഈ ഹിന്ദു മതത്തിൽ ഹിന്ദുക്കൾ എന്തുകൊണ്ടാണ് എങ്ങേയറ്റം താണുപോയി എന്ന് പറയാൻ, ഒരു ഭാഗത്ത് നമ്മൾ ഉയർന്നിന് എന്ന് പറയുമെങ്കിലും താണത്തിനുള്ള വളർച്ചയിലും എന്തുകൊണ്ടും എന്താ കാരണം എന്ന് പറഞ്ഞാൽ, കോഴിക്കോട് ജില്ലയിൽ ഞാനൊരു LP സ്കൂളിൽ വാർഷികവുമായി ബന്ധപ്പെട്ട് എന്നെ ഒരു സംവാദത്തിൽ വിളിക്കേണ്ടായി. ഞാൻ ആ സംവാദത്തിൽ പോയപ്പോൾ 100 കുറവുള്ള കുട്ടികളാണ്. സ്കൂളാണ്, വളരെ ചെറിയ സ്കൂളാണ്. അങ്ങനെ ഒരു 3 മണിക്കാണ് എൻ്റെ പരിപാടി. അങ്ങനെ ഞാൻ കുട്ടികളോട് ഒരുപാട് ഞങ്ങൾ ചോദ്യം ചോദിച്ചു. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ജഗജഗാന്നാണ് ഉത്തരം പറയില്ല. 1ാം ക്ലാസ് വരെ പഠിച്ച എനിക്ക് അത്ര വലിയ അറിവൊന്നുമില്ല അവരുടെ മുമ്പിലത്തെ. എന്ത് ചോദിച്ചാലും ഉത്തരം പറയും. ഇങ്ങനെ ഞാൻ ആ കുട്ടികളോട് ഉത്തരം മുട്ടിക്കുന്ന പല ചോദ്യം ചോദിച്ചു. അങ്ങനെ അതും ജയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പുരാണം പഠിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ ശ്രീരാമൻ ഭരിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ 2 കുട്ടികൾ കൈകൊടുത്തു. ഒന്ന് ഹിന്ദു കുട്ടികൾ നിജിൽ എന്നാണ്, മറ്റൊരു കുട്ടി മുഹമ്മദ് നിയാസും. ആ 2 കുട്ടികൾ കൈപൊക്കിയപ്പോൾ ഞാൻ ഹിന്ദു കുട്ടികളാണല്ലോ കുട്ടി ഉണ്ടാവാം ചോദിച്ചു എന്താണ്. അപ്പം കുട്ടി പറഞ്ഞു മധുര എന്ന്. അല്ല 5 വയസ്സുള്ള 5ാം ക്ലാസ് കുട്ടിയല്ല, അവന് വലിയ തെറ്റുപറ്റിക്കൂടാ. മുഹമ്മദ് നിയാസിനോട് ചോദിച്ചു പറഞ്ഞു അയോധ്യ എന്ന്. ശ്രീരാമന്റെ ഭാര്യയുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ നിജിൽ പറയാ തുണി ഉടുത്ത് വരുന്ന അവളാണോ എന്ന്. അതെന്താ ഈ തുണി ഉടുത്ത് വരുന്നത്? പണ്ട് ദിലീപന്റെ സിനിമയിൽ പറഞ്ഞിട്ട് രാമനോ തോർത്തില്ല ലക്ഷ്മണോ മുണ്ടില്ല എന്ന് പറയുന്ന പോലെ ഈ കുട്ടിക്ക് എന്താണ്, കുട്ടീൻ്റെ അമ്മ ചുരിദാറടില്ല. ഒന്ന് രാമായണത്തിൽ സീതയിൽ കാണിക്കുന്ന സീരിയലിൽ സാരി ഉടുക്കുന്നതിനാണ് കുട്ടി തുണി എന്ന് പറയുന്നത്. കോഴിക്കോട് ഭാഷയിൽ തുണി എന്നാണ് പറയുന്നത്. നമ്മളാണ് ഇതിൻ്റെ സാരി പറഞ്ഞത്, അവിടെ പറഞ്ഞ തുണി ഉടുക്കുന്നതാണ്. ശരി കുട്ടി. ഞാൻ മുഹമ്മദ് നിയാസിനോട് ചോദിച്ചപ്പോൾ പറയാം സീതാദേവി എത്ര ശ്ലോകമുണ്ടെന്ന് ചോദിച്ചു. 24 ശ്ലോകം, 24,000 ശ്ലോകം. രാമായണമേടെ മഹാഭാരതമേടെ എന്തോ ചോദിച്ചാലും ഈ മുഹമ്മദ് നിയാസ് ഉത്തരം പറയും. ഭയങ്കര. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറെ ഖുർആൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഖുർആനൊന്നും ചോദിച്ചു. നബിയുടെ ഉപ്പാന്റെ പേരെന്ന, ഉമ്മാന്റെ പേരെന്ന അബ്ദുള്ള, ഉമ്മ ആമിന, ജനിച്ചത് മക്കത്ത്, മരണപ്പെട്ട മദീന എന്നുകൊണ്ട് എല്ലാത്തിനും ഉത്തരം. അങ്ങനെ ഞാൻ എന്താ സ്കൂൾ കുട്ടികളോട് എല്ലാവരും ചോദിച്ചു നിങ്ങൾ വലുതായാലും ആരാകണം ആഗ്രഹം? അപ്പം പല കുട്ടികളും പറയുക എനിക്ക് ഡോക്ടറാവണം, എഞ്ചിനീയറാവണം, പൈലറ്റാണ്. കോഴിക്കോട് എയർപോർട്ടിൻ്റെ അടുത്താകുമ്പോൾ പൈലറ്റാണ് എളുപ്പമോ, അതുകൊണ്ട് പൈലറ്റാവണം. ഒന്നും പറയാതെ ഒരു കുട്ടിയാണ് ഇരുന്നു, അതായത് മുഹമ്മദ് നിയാസ്. ഞാൻ ചോദിച്ചു മോനെ നീ വലുതായാലും ആരാണെന്ന് ആഗ്രഹം? എനിക്ക് പ്രവാചകനാണെന്ന് ആഗ്രഹം.
ഞാൻ ചോദിച്ചു എനിക്കെങ്ങനെയാണ് ഇത്ര അറിവ് കിട്ടിയത് ചോദിക്കുമ്പോൾ കുട്ടി പറയുക, നമ്മളെ ഹിന്ദു കുട്ടികളൊക്കെ ചായ ഇതുണ്ടല്ലോ, വൈകുന്നേരം വന്ന് ചായയോ ചോറൊക്കെ കഴിക്കുന്ന സമയത്ത് മൊബൈൽ ഗെയിം കാണുക, യൂട്യൂബ് കാണുക, ഫേസ്ബുക്ക് കാണുക. കുട്ടി കണ്ടത് ഉദിത് ചൈതന്യൻ്റെ സപ്താഹ പ്രഭാഷണം കാണുക. ഓൻ അതാ അവൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഓൻ ഇതൊന്നും കാണുന്നില്ല. ഇതിനൊക്കെ കാരണം അമ്മമാരാണ്. ഇനിയും തിരുത്താൻ സമയം. എങ്ങനെ തിരുത്തും? ഈസിയായിട്ട് തിരുത്താം. നമ്മളിൽ നന്മ പറ്റിപ്പോയിട്ടില്ല. എങ്ങനെ തിരുത്തുക? നിങ്ങൾ ഈ ഉത്സവത്തിൽ ഇന്ന് നാളെ വേണ്ട, നാളെയും മറ്റന്നാളൊന്നും വേണ്ട, ഒരു 7 ദിവസത്തേക്ക് നിർത്തി നോക്കൂ. ഞാൻ പറഞ്ഞു 7ാമത് ഈ ഉത്സവം കഴിയട്ടെ, കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നറിയാം. വൈകുന്നേരം നിങ്ങൾ മക്കളോട് പറയുക, നമ്മൾ അമ്പലത്തിൽ വന്നില്ല, ഒരു പ്രഭാഷണത്തിൽ വന്നിട്ടില്ലേ ഒരാശാരി, അയാളുടെ ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്. അതിനോട് വൈകുന്നേരം വിളിച്ച് വിളക്ക് കത്തിക്കതിന് ശേഷം ആ നോട്ടീസിൽ നിങ്ങൾക്ക് തന്ന ആ നോട്ടീസിൽ എന്ത് ചെയ്യണം? വായിക്കാം. എന്താണ്? കാത്തുകൊള്ളുക ഞങ്ങളെ പരദേവതേ, കാത്തളിർ വണങ്ങും കരുണാമയേ, നിത്യവും ജപിക്കുക നിൻ ഗുണങ്ങൾ വാഴ്ത്തുക, നിസ്തുത പ്രഭാമയേ നമസ്കരിച്ചിടാം. കണ്ണുനീർ തുടയ്ക്കണേ, കനിവോട് നോക്കണേ, കന്മഷങ്ങളൊക്കെ നീക്കി ഞങ്ങളെ തുണയ്ക്കണേ. നെയ്വിളക്കു വെച്ചിടാം, നേർച്ചകൾ കഴിച്ചിടാം, തെച്ചിമാല ചാർത്തി ഞങ്ങൾ പൂജ ചെയ്തിടാം. തെറ്റുകൾ പൊറുക്കണി, നേർവഴികൾ കാട്ടടി, മറ്റൊരാശ്രയമാക്കുമ്പോൾ കൂത്തോറുമ്പ് കൈതേരി മടപ്പുര എന്ന മടപ്പുരയിൽ കുറ്റടിക്കാൻ പോയ ഒരു കാലത്ത് ഒരച്ഛനും അമ്മയും എന്നെ കാണാൻ വന്നു. വളരെ സങ്കടത്തോടെ വന്നിട്ട് അച്ഛനമ്മ എന്നോട് പറയാം, എൻ്റെ മോള് അവൾക്ക് എഴുതാൻ അറിയില്ല, വായിക്കാൻ, ഒരു മണ്ടിപ്പെണ്ണാണ്. ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരു പെണ്ണുണ്ടാ? മണ്ടിപ്പെണ്ണ് എന്നിട്ടൊരു പെണ്ണുണ്ടാ? ഉണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? ഇവർക്ക് സ്വന്തം പേര് മാത്രമേ എഴുതാൻ അറിയുള്ളൂ, മറ്റൊന്നും അറിയില്ല. ശരി, ഓക്കെ. എന്താണ് ഇവർക്ക് ഇഷ്ടപ്പെട്ട വിനോദം ചോദിച്ചു. കൊച്ചു ടി വി കാണുക, അതല്ലാതെ ഈ കുട്ടിക്ക് അന്ന് മൊബൈലൊന്നും ഇല്ല, കൊച്ചു ടി വിക്ക് മാത്രമേ കാണും ഇവർക്ക് വിനോദം. അങ്ങനെയാണെങ്കിൽ ഇവളെ ഒന്ന് അനുഗ്രഹിക്കണം. ഞാൻ പറഞ്ഞ അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പഠിപ്പ് വിട്ടാണെങ്കിൽ ഞാൻ പണ്ടേ അനുഗ്രഹം വാങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് അതിനൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. ഞാനൊരു വഴി പറഞ്ഞുതരാം. എന്താണ് വഴി? ഞാൻ പറഞ്ഞു, എത്ര മണിക്ക് രാവിലെ എഴുന്നേൽക്കും? അത് ഒരു സാധാരണ 7:30-8 മണിക്ക് എണീക്കും. ഞാൻ പറഞ്ഞു, അത് പറ്റില്ല, പുലർച്ചക്ക് എണീക്കണ്ട, ഒരു 6 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ഒരു നിലവിളക്കോ അല്ലെങ്കിൽ ഒരു 5 തിരി വേണമെന്നില്ല, 2 വിരിയാൽമയ്ക്കൽ ചെറിയൊരു വിളക്ക് കത്തിച്ചിട്ട് ഈ മന്ത്രം ജപിക്കുക. സർവമംഗളമംഗല്യേ ശിവേ സർവാദ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ. ഇങ്ങനെ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞ ശേഷം 1 മണിക്കൂർ നേരം പഠിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് അവസാനത്തിൽ എല്ലാം പഠിച്ചു കഴിഞ്ഞ ശേഷം യാഗുന്ദേന്ദു തുഷാരഹാരധവള യാ ശുഭ്രവസ്തവൃത യാ വീണാവരദണ്ഡമണ്ഡിതഗര യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മച്യുത ശങ്കര പ്രഭൃതിപേ ദൈവേ സദാ വന്ദിത സാമാപാദു സരസ്വതി ഭഗവതി നിശേഷം ജാഡ്യാണ്ഡകാരപഹം അസ്തേ സ്ഫാടിക മാലിക വിദദിനി പത്മാസന സംസ്ഥിത വന്ദേ താം പരമേശ്വരി ഭഗവതി ബുദ്ധിപ്രദാം. ശാലിനി മന്ത്രം ജപിച്ച് രാവിലെയും ജപിക്കുക, വൈകുന്നേരം ജപിക്കുക. അങ്ങനെ ഈ കുട്ടി ജപിച്ച് വലിയ തെറ്റില്ലാതെ SSLC പാസ്സായി, +2 നല്ല മാർക്ക് ചെയ്തു, പാസ്സായിക്കൊണ്ട്. അങ്ങനെ ഇന്ന് +2 ഹൈസ്കൂളിലെ ഒരു ഗൾഫ് സ്കൂളിലെ ടീച്ചറാണ്. അങ്ങനെ ആ കുട്ടി വിവാഹം കഴിച്ചു, ഒരു കുട്ടിക്ക് ജന്മം നൽകി. ആ കഴിഞ്ഞ മാസം 15-ാം തീയതി ആ കുട്ടിയുടെ ഈ മണ്ടിപ്പെണ്ണിൻ്റെ മകളുടെ അരിയിലേത് ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ്
നമ്മൾ ഓരോ കാര്യത്തിലുണ്ട്. പിന്നെ അപ്പം നിങ്ങൾ പല ഘട്ടങ്ങളായി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് കരുതി. കാരണം ഒന്ന്, സമയം ഒരുപാട് വൈകിപ്പോയി. രണ്ടാമത് എല്ലാവർക്കും ഉറക്കം തൂക്കുന്നുണ്ട്, ബുദ്ധിമുട്ടിക്കുന്നില്ല. പിന്നെ രണ്ടാമത് ഒന്ന് ശ്രദ്ധിക്കാം, എന്തെങ്കിലും ഒരു സംശയം വാസ്തുശാസ്ത്രപരമായിട്ടോ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് അതിൻ്റെ നോട്ടീസിൽ കണ്ട് ആ നമ്പറിൽ എന്നെ വിളിക്കാം. വിളിച്ചിട്ട് സംശയങ്ങളൊക്കെ ചോദിക്കാം. എന്നാൽ അറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. രണ്ടാമത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആശാരി നിങ്ങൾ സംശയമെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഉത്തരമെല്ലാം പറഞ്ഞു തന്നിട്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൂഗിൾ പേയിൽ പൈസ ഇട്ട് തരണമെന്ന്. ഒന്ന്, എനിക്ക് ഗൂഗിൾ പേ ഇല്ല. പിന്നെ എനിക്ക് ഒരു ഉറുപ്പേൻ്റെ പോലും ആവശ്യമില്ല. കാരണം എല്ലാ ദിവസവും കുറ്റിയടിക്കാൻ ഇന്നും പഴയങ്ങാടി കുറ്റിയടിക്കാൻ പോയിട്ടാണ് വരുന്നത്. എല്ലാ ദിവസവും കുറ്റിയടിക്കാനും വീട് നോക്കാനും എല്ലാ ദിവസം വരുമാനത്തിൽ യാതൊരു കുറവുമില്ല. എല്ലാ കാര്യമുണ്ട്. പിന്നെ എല്ലാവരും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവനോ തന്നെ ശ്രമം നടക്കണം. ഒരു തെങ്ങ് നോക്കിയിട്ട് തേങ്ങ വീന്ന് പറഞ്ഞിട്ട് തേങ്ങ പോവില്ല. ഒന്നിക്ക് തേങ്ങ പറിക്കണം, എല്ലാം കൊണ്ട് വേറെ ആളെ കൊണ്ട് കയറ്റിക്കണം, ഒന്ന് എറിഞ്ഞിടുന്നില്ല. പരിശ്രമമില്ലാണ്ട് ജീവിതത്തിൽ ഒരിക്കലും കിട്ടില്ല. പിന്നീട് ഈ വർഷം അടുത്ത വർഷത്തേക്ക് പ്രഭാഷണം, അതായത് താറ്റോട്ട് അമ്പലത്തെ മഹാവിഷ്ണു അനുഗ്രഹിക്കാൻ, നമ്മളതുപോലെ കമ്മിറ്റി സുകുമാരമാഷ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും പക്ഷേ അടുത്ത വർഷം ഞാനിപ്പോൾ നിലവിലൊരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഗായത്രി മന്ത്രം നിത്യജീവിതത്തിലൂടെ എന്നൊരു എഴുതിക്കൊണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ഞാൻ ഈ പ്രഭാഷണത്തിലേക്ക് വരും. അതിൻ്റെ ഒരു ആദ്യപടി എന്ന് ഞാനൊരു ശ്ലോകം എഴുതിയിട്ടുണ്ട്, അതുകൂടി ഞാൻ വായിക്കാം. ശരണം ബ്രഹ്മ ശരണം വിഷ്ണു ശരണം മായേ മഹേശ്വര ത്രിഗുണാവരണ കാരണ കർമ്മ വിശ്വകർമ്മ നമോസ്തുതേ. അനാദിമൂല പ്രകൃതിമായി അനന്തശക്തി ഗായത്രി അഖണ്ഡ കർമ്മ പ്രപഞ്ചഗാത്തി അമ്മേ ആദിപരാശക്തി അക്ഷരനാദ പ്രപഞ്ചകർമ്മ അക്ഷയശക്തി സ്വരൂപിയാൽ ഈരേഴുലകിൽ സർവചരാചര കർമാചിതയായി തെളിയുന്നു. ഓങ്കാരപ്പൊരുൾ മൂന്നായി വിരിയും കർമാചിതയായി സ്വയംഭൂവായി സൃഷ്ടി സിദ്ധി സംഹാരം ചെയ്യും കർമ്മകർത്താവഖിലേശൻ പൃഥ്വിഭൂത പ്രപഞ്ചരൂപ പ്രകൃതി സാക്ഷസ്ഥിതനായി കർമാഭരണ കിരണാവലി ചൊരിഞ്ഞു നമ്മെ രക്ഷിപ്പൂ. മായാമോഹ വിമോഹ വിഹാര കാമക്രോധാദികളെല്ലാം മായി വലയം ചെയ്യാനദിശം ശരണം തായേ ജഗദംബേ. നവഗ്രഹങ്ങൾ നക്ഷത്രാദി സമസ്ത ഭൂതാംശങ്ങളിലും നിരന്ന കർമ്മം ചോർത്തി ലോകം പണിയും കർമാവഖിലേശൻ. കാണാൻ സർവേശ്വരനായി ഉന്ന സ്വർഗസ്ഥിതനായി അനാദിയായി കാണാമാരിലുമേതിലുമെങ്ങി വിശ്വകർമാവിൻ ചലനം. കർത്താവായത് വിശ്വബ്രഹ്മ കർമ്മം ചെയ്യൂ ശക്തി ബ്രഹ്മ കർമ്മഫലങ്ങൾ സൃഷ്ടികളെന്ന് വിശ്വകർമാവേകുന്നു. ശരണം ബ്രഹ്മ ശരണം വിഷ്ണു ശരണം മായേ മഹേശ്വര. എല്ലാവരും ഒരു മിനിറ്റ്, നമ്മളെല്ലാവരും ഉറക്കെ ജപിക്കേണ്ട ഒരു മന്ത്രമുണ്ട് കേട്ടോ. നമ്മൾ മന്ത്രം ജപിച്ചില്ല, നാരായണ ഭജന ജപിക്കുന്നുണ്ട്. എല്ലാവരും ജപിക്കണം കേട്ടോ. അവസാനമായി നമ്മുടെ പ്രിയ ഗുരുനാഥന്റെ സ്വാമി നമ്മളെ സനാതന പാഠശാലയിലെ ഗുരുനാഥനാണ് ബാബ. എന്നെ കുറെ കാലം തോപ്പിച്ച് ഇരിച്ച വ്യക്തിയാണ് ബാബ.
പാടുക. നാരായണം ഭജേ നാരായണം നാരായണം ഭജേ നാരായണം. എല്ലാവരും ജപിക്കോ? നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം. വൃന്ദാവനസ്ഥിതം നാരായണം ദേവവൃന്ദേകവിഷ്ടുതം നാരായണം. നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം. ദിനകരമാത്യകം നാരായണം ദിവ്യകനകാംബരധരം നാരായണം. നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം. പങ്കജലോചനം നാരായണം ഭക്തസങ്കടമോചനം നാരായണം. നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം. കരുണാപയോനിധം നാരായണം ഭവശരണാഗതീദിതം നാരായണം. നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം. രക്ഷിതം ഗജത്രയം നാരായണം ചക്രശിക്ഷിതാം സുരചയം നാരായണം. നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം. അജ്ഞാനനാശകം നാരായണം ശുദ്ധവിജ്ഞാനപാസുകം നാരായണം. നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം. ശ്രീവത്സഭൂഷിതം നാരായണം നന്ദഗോവത്സഭൂഷിതം നാരായണം. നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം. ശൃംഗാരനായകം നാരായണം പദഗംഗാ വിനായകം നാരായണം. നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം. ശ്രീകണ്ഠസേവിതം നാരായണം നിത്യവൈകുണ്ഠവാസിതം നാരായണം. നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം. സർവഗോവിന്ദ നാമയത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ.